ജോയിൻ ചെയ്തിട്ടുള്ള ഓരോ ആൾക്കാരുടെയും ആഗ്രഹം നെറ്റ് അല്ലെങ്കിൽ ജെആർഎഫ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പൊ നമ്മളൊരു സീറോ എന്ന പൊസിഷനിൽ നിന്ന് സീറോ കൊണ്ട് ഒരിക്കലും മീൻ ചെയ്യുന്നത് നമ്മൾ ആരും സൈക്കോളജിനെ പറ്റി ഒന്നും അറിയാതെ സ്റ്റാർട്ട് ചെയ്യുന്നവരായിരിക്കില്ല. എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ സൈക്കോളജിനെ പറ്റിയിട്ടും എക്സാമിനെ പറ്റിയിട്ടും ഉണ്ടാകും. ഈവൻ നമ്മൾ ആ ഒരു ഒന്നും അറിയാത്ത സീറോ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പോലും എങ്ങനെ നെറ്റ് അല്ലെങ്കിൽ ജെആർഎഫിലോട്ട് എത്താം എന്നതിന് വേണ്ടിയിട്ടുള്ള അത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്ത് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ആദ്യത്തെ ലെവൽ സീറോ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ UGC നെറ്റ് എക്സാം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആണ് UGC കൊണ്ട് മീൻ ചെയ്യുന്നത്. നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഈ ഒരു കോളേജസിലും യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആകാനുള്ള ബേസിക് എലിജിബിലിറ്റി ആണ് നെറ്റ് എക്സാം. അതിന്റെ കൂടെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ആകുക അല്ലെങ്കിൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ജെആർഎഫ് എന്ന് പറയും. ജെആർഎഫ് ആണ് നമ്മൾ PhD ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റൈപ്പൻഡ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജെആർഎഫ് ലെവലിലോട്ട് എത്തുന്നത്. ജെആർഎഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഇയേഴ്സിൽ ഒരു 37K അതിന്റെ കൂടെ ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയും HRA. ഇതായിരിക്കും നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ഫെലോഷിപ്പ് ആയിട്ട് വരിക. അപ്പൊ ഇതായിരിക്കും കൂടുതൽ ആൾക്കാരും ഈ ഒരു എക്സാമിന് അപ്രോച്ച് ചെയ്യുന്ന സമയത്തുള്ളവരുടെ എയിം. അതിന്റെ കൂടെ ഇപ്പൊ റീസെന്റ് ഇയേഴ്സ് ആയിട്ട് PhD കട്ട് ഓഫും കൂടെ വരുന്നുണ്ട്. PhD കട്ട് ഓഫ് നമുക്കിപ്പം യൂണിവേഴ്സിറ്റീസിന് അവർ സെപ്പറേറ്റ് നടത്തുന്ന എൻട്രൻസ് PhDക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാംസിന് പകരം PhD കട്ട് ഓഫ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അതിലുപരിയായിട്ട് വലിയ ഉപകാരമൊന്നും ആ ഒരു PhD കട്ട് ഓഫ് കൊണ്ട് വരുന്നില്ല. അപ്പൊ നമ്മൾ എയിം ചെയ്യുന്ന സമയത്ത് ഈ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറും ജെആർഎഫ് ആയിരിക്കണം നമ്മുടെ മൈൻഡിൽ വേണ്ടത്. ആൻഡ് NT ആണ് UGC നെറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. വർഷത്തില് 2 പ്രാവശ്യമാണ് പൊതുവെ എക്സാം വരാറുള്ളത്, ജൂണിലും ഡിസംബറിലും ആയിട്ട്. ആൻഡ് ജൂണിൽ 2026 എക്സാം ഓൾറെഡി കഴിഞ്ഞു. ഇനി ഡിസംബറിലോട്ട് വരുന്ന സമയത്ത് ഈ എക്സാം 26ലെ ജൂൺ എക്സാം കണ്ടക്ട് ചെയ്തത് കംപ്ലീറ്റ് ആയെങ്കിലും അതിന്റെ ആൻസർ കീയോ റിസൾട്ടോ കാര്യങ്ങളൊന്നും ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു മാസത്തിൽ മുകളിലായി എക്സാം കഴിഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രോബബിലി ഡിസംബറിലെ എക്സാം കുറച്ചും കൂടെ നീങ്ങാൻ ഒരു ജാനുവരിയിലോട്ടൊക്കെ നീങ്ങാനാണ് സാധ്യത. പക്ഷെ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. ഡിസംബർ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് തുടങ്ങാം. അപ്പൊ ഇതാണ് നമ്മുടെ എക്സാമിന്റെ ബേസിക്. ഈ എക്സാം പാറ്റേണിലോട്ട് പോകുകയാണെങ്കിൽ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു എക്സാമിൽ ഉണ്ടാക്കുക. ഈ 150 ക്വസ്റ്റ്യൻസിന് 2 പേപ്പേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. പേപ്പർ 1ഉം പേപ്പർ 2ഉം. പേപ്പർ 1 ആണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ്. ഇതിന്റെ ഉള്ളില് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, മാത്തമാറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 10 യൂണിറ്റ്സ് ആയിരിക്കും ഉണ്ടാകുക. ആ 10 യൂണിറ്റ്സിൽ നിന്നായിരിക്കും 50 ക്വസ്റ്റ്യൻസ് പേപ്പർ 1 ബേസ് ചെയ്തിട്ട് വരും. ആൻഡ് ഈ എക്സാമിന് നെറ്റ് എക്സാമിന് അറിയുന്നതായിരിക്കും ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. ടോട്ടൽ അപ്പോൾ 300 ആയിരിക്കും നമ്മുടെ സ്കോർ വരിക. ആദ്യത്തെ പേപ്പർ 1ലെ 50 ക്വസ്റ്റ്യൻസിൽ ടോട്ടൽ 100 മാർക്സ് വരുന്നുണ്ട്. അപ്പൊ ഈ 100 മാർക്ക് എന്ന് പറയുന്നത് ജെആർഎഫ് അല്ലെങ്കിൽ നെറ്റ് എയിം ചെയ്യുന്ന ഒരു പേഴ്സണെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഒരു കാരണവശാലും പേപ്പർ 1 സ്കിപ്പ് ചെയ്യരുത്. നമ്മളിപ്പം ഈ ഒരു കോഴ്സിന്റെ പാർട്ടായിട്ട് പേപ്പർ 2 മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ പേപ്പർ 1 ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. പേപ്പർ 1 സ്കിപ്പ് ചെയ്ത് സൈക്കോളജി നിങ്ങൾ എത്ര പ്രോപ്പർ ആയിട്ട് പഠിച്ചാലും കട്ട് ഓഫ് കിടക്കാനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം നമുക്ക് എക്സാം കട്ട് ഓഫ് പൊതുവെ വരെ ഒരു 250, 260 റേഞ്ചിലോട്ടൊക്കെയാണ്. ഇപ്പൊ ജനറൽ കാറ്റഗറിയും കൂടെ പോയാൽ അത്രയെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഇപ്പൊ കട്ട് ഓഫ് എന്തൊക്കെ ബേസ് ചെയ്തിട്ടാന്നുള്ളത് നമുക്ക് പറയാം. പക്ഷെ എന്നാലും ആ ഒരു കട്ട് ഓഫ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യരുത്, പേപ്പർ 1നെ ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. പേപ്പർ 2യിലോട്ട് വരുമ്പോൾ സൈക്കോളജി പേപ്പർ ആയിരിക്കും. അതായത് ഓരോ സബ്ജക്ട് റെലവെന്റ് ആയിട്ടുള്ള പേപ്പർ ആയിരിക്കും പേപ്പർ 2. നമ്മുടെ കേസിൽ സൈക്കോളജി ആയിരിക്കും. ഇവിടെ നമുക്ക് ടോട്ടൽ ഒരു 10 യൂണിറ്റ് ആണ് വരുന്നത്. ആ 10 യൂണിറ്റിൽ നിന്ന് 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ 2 മാർക്ക് വെച്ചിട്ട് ഓരോ ക്വസ്റ്റ്യന് വരുമ്പോൾ ടോട്ടൽ ഒരു 200 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ ടോട്ടൽ നമുക്ക് 300 മാർക്കാണ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുക. എല്ലാം ഈ 150 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ 150 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ആൻസർ അറിയുന്നതാണേലും അറിയുന്നതല്ലെങ്കിലും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താണ്, ഒരു നെഗറ്റീവ് മാർക്ക് നമുക്കില്ല. ഇനിയിപ്പോ നമ്മൾ ഒരെണ്ണം ആൻസർ ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ട് ആൻസർ ചെയ്താലും 0 മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യനും സ്കിപ്പ് ചെയ്യരുത്. എല്ലാം ആൻസർ ചെയ്യാം. റാൻഡം ഗസ് ആയാലും ഗസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എക്സാം കണ്ടക്ട് ചെയ്യാറുള്ളത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ലെങ്കിൽ CBT മോഡിലാണ് പൊതുവെ ഉണ്ടാകാറുള്ളത്. ഇനിയിപ്പം ഫ്യൂച്ചറിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. CBT തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യതയുള്ളൂ. എനിവേ
ഇപ്പൊ CBT വരുന്ന സമയത്ത് ടോട്ടൽ 3 ഹവറിലായിരിക്കും ടെസ്റ്റ് നടക്കുന്നത്. 3 ഹവർ എന്ന് പറയുമ്പോൾ 180 മിനിറ്റ്സ് ഉണ്ടാകും. സെറ്റ് എക്സാമിന്റെ കേസിൽ സെറ്റ് എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, പേപ്പർ 1ഉം പേപ്പർ 2ന്റെ ഇടയിൽ നമുക്കൊരു ബ്രേക്ക് ഉണ്ടാകും. രാവിലെ പേപ്പർ 1 എഴുതിയതിനു ശേഷം ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ടായിരിക്കും ഉച്ചയ്ക്ക് ശേഷം പേപ്പർ 2 എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടാക്കുക. പക്ഷേ നെറ്റ് എക്സാമിൽ അങ്ങനെയല്ല. ഇത് ഞാൻ പറയുന്നത് ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് രണ്ട് പേപ്പറും ഒരുമിച്ചിട്ടാണ് നമുക്ക് തന്നിട്ടുണ്ടാക്കുക. CBT മോഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ടോപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പേപ്പർ 1, പേപ്പർ 2 എന്ന് പറഞ്ഞിട്ട് 2 സെഷൻസ് കാണും. നമുക്ക് ഫ്രീ ആയിട്ട് ഇതിലൂടെ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് വേണമെങ്കിൽ ആദ്യം പേപ്പർ 1 സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആദ്യം പേപ്പർ 2 സോൾവ് ചെയ്യാം. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പേപ്പർ 2 ഫസ്റ്റ് സോൾവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആദ്യം തന്നെ പേപ്പർ 2 എടുത്തിട്ട് മാക്സിമം സ്പീഡിൽ ക്വസ്റ്റ്യൻസ് വായിക്കുക, പെട്ടെന്ന് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ ചെയ്യുക. അങ്ങനെ മാക്സിമം ടൈമിൽ പെട്ടെന്ന് എത്ര പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് പേപ്പർ 2 കംപ്ലീറ്റ് ചെയ്തിട്ട് പേപ്പർ 1 വരിക. കാരണം പേപ്പർ 1 കുറെ കണക്കുകളൊക്കെ ഉണ്ടാകും. അതായത് മാത്തമാറ്റിക്കൽ റീസണിങ് ആണെങ്കിൽ നമുക്ക് കുറെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകും, ഡാറ്റ ഇന്റർപ്രിട്ടേഷന് കുറെ കാൽക്കുലേഷൻ ഉണ്ടാകും. അപ്പൊ നമ്മൾ പേപ്പർ 2 അവിടെ സോൾവ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാല് ബാക്കിയുള്ള കംപ്ലീറ്റ് സമയം നമുക്ക് പേപ്പർ 1 സ്പെൻഡ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ പേപ്പർ 1 കംപ്ലീറ്റ് ചെയ്യാനിരുന്നാല് നമ്മൾ അതിൽ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് ടൈം തീരുന്നത് നമ്മൾ അറിയൂല. കാരണം ഒരു പേപ്പറിന് ഇത്ര സമയം എന്ന് പറഞ്ഞിട്ടല്ല. അതായത് 2 പേപ്പർ ഉണ്ടെങ്കിലും 1 അവർ ഇതിന്, 2 അവർ ഇതിന്, അങ്ങനെ നമുക്കില്ല. രണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ഹവർ തരും. അപ്പൊ അതിന്റെ ഉള്ളിൽ ആ 3 ഹവറിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പൊ മാക്സിമം 2 അവർ എടുക്കുന്നതിന് മുന്നേ തന്നെ 100 ക്വസ്റ്റ്യൻസ് പേപ്പർ 2 കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന കൂടുതൽ സമയം പേപ്പർ 1 മാത്സ് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാം. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. ബട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യാം. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വേ എന്താണോ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യാം. നെക്സ്റ്റ് ഏരിയ ആണ് ഈ ഒരു കട്ട് ഓഫ്. കട്ട് ഓഫിലോട്ട് വരുമ്പോൾ സെറ്റ് എക്സാമിൽ ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് ഉണ്ടാകും. ഈ ക്രൈറ്റീരിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് ഉണ്ടാകും. ഫസ്റ്റ് പേപ്പറിനും സെക്കൻഡ് പേപ്പറിലും, ഫസ്റ്റ് പേപ്പറിൽ ഒരു ഇത്ര പെർസെന്റേജ് മാർക്ക്, സെക്കൻഡ് പേപ്പറിലും ഇത്ര പെർസെന്റേജ് മാർക്ക് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ സെറ്റ് ക്വാളിഫൈഡ് ആയി എന്ന രീതിയിലായിരിക്കും സെറ്റ് എക്സാം. പക്ഷേ നെറ്റ് എക്സാമിലോട്ട് വരുമ്പം അവിടെ നമ്മൾ നോം റെഫറൻസ്ഡ് ആയിട്ടാണ് വരിക. നോം റെഫറൻസ്ഡ് ആകുമ്പോൾ ആ ഒരു സൈക്കിളിൽ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ മാർക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും കട്ട് ഓഫ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓരോ വർഷവും കട്ട് ഓഫ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു കട്ട് ഓഫിൽ ഇങ്ങനെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നതെന്ന് നോക്കിയാൽ ഒന്നാമത്തെ കാര്യമാണ് പേപ്പറിന്റെ ഡിഫിക്കൽട്ടി എത്രത്തോളാണെന്നുള്ളത്. പേപ്പർ ഒന്നെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കാം, അല്ലെങ്കിൽ പേപ്പർ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കാം. പേപ്പർ ഈസി ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഭയങ്കര ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഹൈ സ്കോർ കിട്ടും. എല്ലാ ആൾക്കാർക്കും ഒരു 300-ല് 290-ഉം 280-ഉം ഇങ്ങനെ നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ കട്ട് ഓഫ് സ്വാഭാവികമായിട്ടും കൂടും. അപ്പം 2025 ജൂണിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം ഇതായിരുന്നു. ഈ ഒരു എക്സാം അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 2025 ജൂണിലായിരുന്നു. അതേ സ്ഥാനത്ത് 2025 ഡിസംബറിലോട്ട് വരുമ്പോൾ ആ എക്സാം പേപ്പർ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്തായി, കട്ട് ഓഫിൽ ഒരു താഴ്വ്, കുറച്ചൊന്ന് കട്ട് ഓഫ് കുറയുണ്ടായി. അപ്പൊ പേപ്പർ ഡിഫിക്കൽട്ട് ആവുന്നതിനനുസരിച്ച് കട്ട് ഓഫ് കുറയും. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ എക്സാം ഒരിക്കലും ഈസി ആകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. എക്സാം എപ്പോഴും ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ട് ആകുന്ന സമയത്താണ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക്, പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും കട്ട് ഓഫ് കുറച്ച് കൂടി നിൽക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യാം. അപ്പൊ പേപ്പറിന്റെ ഡിഫിക്കൽട്ടിയാണ് ഒരു ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് വെച്ചാൽ കുട്ടികളുടെ പ്രിപ്പറേഷൻ ലെവലാണ്. ഇപ്പൊ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ സൈക്കിളിൽ വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ട്. അവര് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അവരുടെ അടുത്ത് നല്ല ടെസ്റ്റ് സ്ട്രാറ്റജി ഉണ്ട്. അതുപോലെ തന്നെ അവര് റിപ്പീറ്റ് ചെയ്യുന്നവരോ റീറിപ്പീറ്റ് ചെയ്യുന്നവരോ നല്ല രീതിയിൽ കോച്ചിങ് ബാക്ക്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെയാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താകും, നല്ല രീതിയിൽ ഇവർക്ക് സ്കോർ കിട്ടും. ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് നല്ല രീതിയിൽ സ്കോർ കിട്ടിയാൽ അത് കട്ട് ഓഫ് കൂടാൻ വേണ്ടിയിട്ട് കാരണമാകും. ഇനി വന്നിട്ടുള്ള കുട്ടികളെല്ലാം തീരെ പ്രിപ്പയർ ചെയ്യാത്ത, അങ്ങനെ വെറുതെ പോയി എഴുതിയേക്കാം എന്ന മൈൻഡ് സെറ്റോടുകൂടെ വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അധികം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഒരു കേസിൽ അത് കട്ട് ഓഫ് കുറയാൻ വേണ്ടിയിട്ട് കാരണമായേക്കാം. പിന്നുള്ളൊരു റീസൺ ക്വസ്റ്റ്യൻസിന്റെ
ക്വാളിറ്റിയാണ്. ചില എക്സാംസിൽ നമുക്ക് കാണാം ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ള, പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അങ്ങനെ വരുന്ന സമയത്ത് ഒരുവിധം എല്ലാ ആൾക്കാർക്കും അത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം പേപ്പറിന്റെ ഡിഫിക്കൽട്ടി ലെവൽ കുറയും, കട്ട് ഓഫ് കൂടാൻ വേണ്ടിയിട്ട് കാരണമാകും. ഇനി ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആൾക്കാർക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന, അപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള, ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഭയങ്കര ലെങ്തി ആയിട്ടുള്ളതാണ്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാം അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരുന്നു, ലെങ്തി ആയിരുന്നു. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തൊക്കെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലാംഗ്വേജിലായിരുന്നു. അങ്ങനെയൊക്കെ കുറെ അഭിപ്രായങ്ങൾ കേട്ടു. ഇപ്പൊ ഒരു റെസ്പോൺസ് ഷീറ്റ് വരാത്തത് കൊണ്ട് തന്നെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ല. പക്ഷെ എഴുതിയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം 2026 ജൂണിൽ നടന്നിട്ടുള്ള എക്സാം അനുസരിച്ചിട്ട് അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറയാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസും അവിടെ കുറവായിരിക്കും. അതേസ്ഥാനത്ത് 2025 ഡിസംബറിൽ എക്സാം അവിടെയും കട്ട് ഓഫ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതലും അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് മൊത്തം വായിക്കുമ്പോൾ നമുക്ക് ടൈം മാനേജ്മെന്റ് ഒക്കെ ബുദ്ധിമുട്ടാകും. അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴും കട്ട് ഓഫ് കുറയാൻ സാധ്യതയുണ്ട്. ഇതിൽ ഈ ക്വസ്റ്റ്യന്റെ ക്വാളിറ്റീസ് നമ്മുടെ കൺട്രോളിലല്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കേ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പേപ്പറിന്റെ ഡിഫിക്കൽട്ടി ലെവലും നമ്മുടെ കൺട്രോളിലല്ല. ഇതും ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കേ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മുടെ കൺട്രോളിലുള്ള കാര്യമാണ് നമ്മുടെ പ്രിപ്പറേഷൻ ലെവൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. അപ്പം നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കട്ട് ഓഫിനെ നമുക്ക് എന്തെങ്കിലും തരത്തിലൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഒരു കട്ട് ഓഫിന്റെ ഉള്ളിൽ എത്തണമെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരേ ഒരു കാര്യം മാക്സിമം പ്രിപ്പയർ ചെയ്യുക, മാക്സിമം ഏരിയ കവർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഈ ഒരു ഗ്രൂപ്പിന്റെ പാർട്ടായി മാറുക. നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള, നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു പേഴ്സൺ ആയിട്ട്, ഒരു കാൻഡിഡേറ്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഫാസ്റ്റ് ഇയേഴ്സിലെ നെറ്റിന്റെയും ജെആർഎഫിന്റെയും കട്ട് ഓഫ് പാസ് ചെയ്ത ലെവൽ നോക്കുകയാണെങ്കിൽ ഇതിപ്പം 2021 മുതൽ 2025 ഡിസംബർ വരെയുള്ള കട്ട് ഓഫ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആദ്യമൊക്കെ ജെആർഎഫിന്റെ കട്ട് ഓഫ് തന്നെ ഒരു 216 ആ ഒരു ലെവലൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇതെന്താണ്, ഇതിപ്പോ നമ്മുടെ നെറ്റിന്റെ കട്ട് ഓഫ് ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ പോയി ഈ ഒരു കാലഘട്ടം മുതൽ 2023 ജൂൺ മുതൽ നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് എന്ത് ചെയ്യാണ്, കൂടിക്കൊണ്ട് തന്നെയാണ്, കൂടുതലും കൂടി തന്നെയാണ് പൊക്കോണ്ടിരുന്നത്. 2025 ജൂണിൽ ഈ ഒരു സൈക്കിളിലായിരുന്നു ഞാൻ ജെആർഎഫ് ക്വാളിഫൈ ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പൊ ലാസ്റ്റ് നടന്നിട്ടുള്ള 2025 ഡിസംബറിലോട്ട് വരുന്ന സമയത്ത് കട്ട് ഓഫ് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 248 എന്നുള്ളിടത്തുനിന്ന് 234ലേക്ക് കട്ട് ഓഫ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടായിരുന്നു വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ്. 25 ജൂണിൽ ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം ഈസി ആയിരുന്നു. അപ്പൊ ഈസി ആയതുകൊണ്ട് മാത്രം നമുക്ക് ഇന്ത്യയില്ല ക്വാളിഫൈ ചെയ്യാൻ പറ്റണം നിർബന്ധമില്ല. കാരണം കട്ട് ഓഫ് അപ്പൊ കൂടും. അപ്പൊ നമ്മൾ മാക്സിമം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കട്ട് ഓഫ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നെറ്റിലോട്ട് വരികയാണെങ്കിലും ഇതേ പാറ്റേൺ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു നെറ്റിന്റെ കട്ട് ഓഫ്, ജെആർഎഫിന്റെ കട്ട് ഓഫിലോട്ടാണ് ഇപ്പൊ ബേസിക് നെറ്റിന്റെ കട്ട് ഓഫ് എത്തി നിൽക്കുന്നത്. ഇപ്രാവശ്യത്തെ റിസൾട്ട് വരുമ്പോൾ മോസ്റ്റ് പ്രോബബിലി ഒരു റെസ്പോൺസ് ഷീറ്റ്, ലൈക് ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ കാണാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ റെസ്പോൺസസിൽ നിന്ന് മനസ്സിലാകുന്നത് കട്ട് ഓഫ് വീണ്ടും കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നോക്കി നോക്കാം. എനിവേ, നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം ഒരു പാറ്റേൺ മനസ്സിലാക്കുക. കട്ട് ഓഫ് ഇങ്ങനെ കൂടി പോകുകയാണ്. കട്ട് ഓഫ് താഴ്ത്താൻ ശ്രമിക്കുക എന്നുള്ളതിനേക്കാളും നമ്മൾ സ്കോർ ചെയ്യുന്ന മാർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേപ്പർ 2 ടോട്ടൽ 10 യൂണിറ്റ്സ് ആണ് വരുന്നത്. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ നമ്മൾ ലോജിക്കലി ആലോചിച്ചാല് ഓരോ യൂണിറ്റിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് വീതമായിരിക്കണം വരേണ്ടത്. പക്ഷെ അങ്ങനെയല്ല വരാറുള്ളത്. നമുക്ക് ടോട്ടൽ 10 യൂണിറ്റ്സ് ഇതാണ് വരുന്നതെങ്കിൽ ഇത് 2025 ഡിസംബറിലെ ഒരു വെയിറ്റേജ് ആണ്. ഇനിയിപ്പോ ഒരു 26 ജൂണിൽ അത് വന്നിട്ടില്ല. വന്നു കഴിയുമ്പോൾ നമുക്കത് നോക്കി നോക്കാം. എന്തായാലും 2025 ഡിസംബർ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇവിടെ 9th യൂണിറ്റ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് ഇന്റർവെൻഷൻ, ഈ ഒരു യൂണിറ്റിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്റർവെൻഷൻ ഒക്കെ ഇപ്പൊ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വന്ന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അങ്ങനെ നമ്മൾ ഈ ഒരു വെയിറ്റേജ് നോക്കിയിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്, അതിന്റെ കൂടെ എന്ത് ചെയ്യണം, ഈ ഒരു വെയിറ്റേജും കൂടെ കൺസിഡർ ചെയ്യാം. ഇനി ഈ ഓരോ യൂണിറ്റ്സിലും ചില ഏരിയാസിന് ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റ്സിൽ എമർജൻസ് ഓഫ് സൈക്കോളജിയില് വെസ്റ്റേൺ ഹിസ്റ്ററിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഈസ്റ്റേൺ ഹിസ്റ്ററി, സൈക്കോളജി, ഫിലോസഫി കാര്യങ്ങൾ വരാറുണ്ട്. അതിൽ ഈസ്റ്റേൺ ഫിലോസഫിയില് ഹിന്ദുയിസം, ബുദ്ധിസം, സൂഫിസം ഈ ഏരിയയൊക്കെയാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുള്ളത്. വെസ്റ്റേൺ ഹിസ്റ്ററിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പൊതുവെ റിലേറ്റീവ്ലി കുറവാണ്, വരാറില്ല എന്നല്ല,
ഈസ്റ്റേൺ ഫിലോസഫി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായിട്ടാണ് വരാറുള്ളത്. നോളജ് പാരഡൈം ആ ഏരിയയിൽ നിന്നൊക്കെയാണ് എമർജൻസ് ഓഫ് സൈക്കോളജിയിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് വരിക. റിസർച്ച് മെത്തഡോളജിയും സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങും ഈ രണ്ട് ഏരിയയിൽ നിന്നും പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ കൂടുതലും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ എന്താണ് അല്ലാത്ത ഏരിയയിൽ നിന്നും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. എന്നാൽ പോലും ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് റിസർച്ച് മെത്തഡോളജി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പല ആൾക്കാരും കണ്ണും പൂട്ടി ഉപേക്ഷിക്കുന്ന ഒരു ഏരിയയാണ് റിസർച്ച് മെത്തഡോളജിയും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങും. പക്ഷെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രണ്ട് യൂണിറ്റ് ആണ് ഈ റിസർച്ച് മെത്തഡോളജി ടെസ്റ്റിങ്ങും. കാരണം ഐഡിയ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പാരഗ്രാഫ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. 5ൽ 4 ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയും നല്ല മൊഡ്യൂൾസ് ആണ് ഈ 2-3. ഇവിടുത്തെ ഒരു പ്രത്യേകത മിക്ക ആൾക്കാരും 2ാമത്തെ 3ാമത്തെ യൂണിറ്റ് സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. അപ്പം റിസർച്ച് മെത്തഡോളജി സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങും ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കാണുമ്പോൾ തന്നെ അയ്യോ റിസർച്ച് എന്നെ കൊണ്ട് പറ്റില്ല എന്ന രീതിയിൽ ആദ്യം തന്നെ ഒഴിവാക്കാതിരിക്കുക. കാരണം റിസർച്ച് പഠിക്കുമ്പോൾ നമുക്ക് 2 ഗുണമുണ്ട്. ഒന്ന്, പേപ്പർ 2ല് റിസർച്ചിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ പേപ്പർ 1ലും റിസർച്ചിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പൊ നമുക്കവിടെ ഒരു ഡബിൾ ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ഒരു മൊഡ്യൂളിന്റെ കേസ് എടുക്കുകയാണെങ്കിലും ഇവിടെ നിന്നും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ തന്നെയാണ്. പിന്നെ ഈ സിക്സ്ത് യൂണിറ്റിൽ പോയാൽ ഇന്റലിജൻസിൽ നിന്ന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് കാണാം. തിങ്കിങ്ങും ക്രിയേറ്റിവിറ്റിയിൽ നിന്നും ഉണ്ടാകാറുണ്ട്. എന്നാൽ തന്നെ ഇന്റലിജൻസിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആൻഡ് ഇമോഷനിൽ നിന്ന് മിക്ക പേപ്പർ എടുത്താലും ഇമോഷനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു കാര്യമാണ് ഇമോഷൻ. സോഷ്യൽ സൈക്കോളജി ആയാലും എമർജിങ് ഏരിയാസിൽ പലപ്പോഴും നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം അത് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. അതിൽ എവിടുന്ന് ക്വസ്റ്റ്യൻ വരും, എത്രമാത്രം ക്വസ്റ്റ്യൻസ് വരും, എന്തായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഇനി ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ പ്രോപ്പർ ആയിട്ട് ഇതൊരു ഏത് തിയറിയിൽ നിന്നാണ് എന്നൊക്കെ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണാറുള്ളത് എമർജിങ് ഏരിയാസിലാണ്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അത് സ്കിപ്പ് ചെയ്യരുത്. എമർജിങ് ഏരിയാസിൽ തന്നെ ഈ ഹെൽത്ത് സൈക്കോളജിയിലെ ചേഞ്ചിന്റെ മോഡൽസ് ഒക്കെ ഉണ്ട്, തിയറീസ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഏരിയയിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വീണ്ടും 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 ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഏരിയാസ് ഒക്കെ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കണം. ഇങ്ങനെ നമ്മൾ ഇനിയിപ്പോ 2026ന്റെ റെസ്പോൺസ് ഷീറ്റ് വരുന്ന സമയത്ത് അവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുമല്ലോ, അതനുസരിച്ചും ഇതുപോലെ വെയിറ്റേജ് നോക്കിയിട്ട് ഏത് ഏരിയയിൽ നിന്നാണ് എഗെയിൻ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതും നോക്കാം. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ പ്രാവശ്യം നോക്കി പോകുക. ചില ടോപ്പിക് തന്നെ ഉണ്ടാകും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്, വീണ്ടും 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 ചോദിക്കുന്നത്. അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ നോക്കിയിട്ട് അത് തറോലി മനസ്സിലാക്കിയിട്ടുണ്ട്, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ എനിക്ക് ആ 2 മാർക്ക് എന്തായാലും കിട്ടും എന്നുള്ളത് അതിൽ തന്നെ മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ടാവണം. ഇനി നമ്മൾ ഈ ഒരു എക്സാം റിലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ചില മിത്സും ചില ഫാക്ട്സും ഉണ്ട്. ഒന്നാമത്തേതാണ്, ഈ ഒരു എക്സാം എന്ന് പറയുന്നത് മെമ്മറൈസ് ചെയ്യാണ്, ജസ്റ്റ് തിയറീസിനെ മെമ്മറൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു എക്സാം, നെറ്റ് എക്സാം എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് എല്ലാം മെമ്മറൈസ് ചെയ്തുകൊണ്ട് മാത്രം നെറ്റ് എക്സാം സോൾവ് ചെയ്യുക എന്നുള്ളത്, ലൈക്ക് അത് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. മെമ്മറൈസ് ചെയ്യണം, ആവശ്യമുള്ളത് തന്നെയാണ്. ഇപ്പം റീസെന്റ് ആയിട്ടുള്ള പല ട്രെൻഡ് നോക്കുകയാണെങ്കിലും ക്രൊണോളജിക്കൽ ആയിട്ടുള്ള ഓർഡേഴ്സ് ചോദിക്കാറുണ്ട്. ഈവൻ ഫ്രോയിഡിന്റെ ബർത്ത്ഡേ എന്ന് വെച്ചാൽ ഇയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബർത്ത്ഡേ എന്താണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരെ വന്നിട്ടുണ്ട്. അപ്പൊ മെമ്മറൈസിങ് ഇമ്പോർട്ടന്റ് തന്നെയാണ്, ഇമ്പോർട്ടന്റ് അല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ചില കാര്യങ്ങൾ നമുക്ക് മെമ്മറൈസ് ചെയ്താലേ പറ്റുള്ളൂ. ഇപ്പം ഓർഡർ ഒക്കെ ഉണ്ടാകും, സ്റ്റേജസിന്റെ ഓർഡർ ആണെങ്കിൽ അതിന്റെ ഓർഡറിൽ ആ പേരുകൾ നമ്മൾ മെമ്മറൈസ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ മെമ്മറൈസിങ് മാത്രം പോരാ, മെമ്മറൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഉണ്ടാകണം, അതിന്റെ അപ്ലിക്കേഷൻ നമുക്ക് അറിഞ്ഞിട്ടുണ്ടാകണം. അതുപോലെ തന്നെ ഒരു ഐഡിയനെ മറ്റു ഐഡിയ ആയിട്ട് കണക്ട് ചെയ്യാനൊക്കെ നമുക്ക് പറ്റണം. ഓരോ തിയറീനെ പഠിക്കുന്ന സമയത്തും എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിട്ടുണ്ടാകണം. അങ്ങനെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പല ക്വസ്റ്റ്യൻസിലും നമുക്ക് ആ ഒരു കാര്യം പ്രോപ്പർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ, നമുക്ക് ആ ഒരു വൈ, ജസ്റ്റ് അതെന്താണ് എന്ന് മാത്രമല്ല എന്തുകൊണ്ടാണ് എന്നുള്ളതും കൂടെ മനസ്സിലായിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാം. ഇതിപ്പം 2025 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യ കാലങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് സിംപിളി ഒരു ഡെഫിനിഷൻ തന്നിട്ട് എന്താണിത് എന്ന് ചോദിക്കുന്നതിന് പകരം നമുക്കൊരു സെനാരിയോ ഒക്കെ തന്നിട്ട് ഇങ്ങനെ സംഭവിച്ചു,
അപ്പം ഇതെന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന രീതിയിൽ ഒരു അപ്ലിക്കേഷൻ ലെവലിലോട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ഷിഫ്റ്റ് ആവുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും ജസ്റ്റ് ഡെഫിനിഷൻ പഠിക്കുക എന്നതിന് പുറമെ അതിന്റെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ കൂടെ മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. പിന്നെ ഉള്ളത് ഭയങ്കര മെമ്മറി ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ടാകും. അപ്പൊ ആ പഠിക്കാനുള്ളതെല്ലാം ഒറ്റ റൗണ്ടിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആൾക്കാർക്ക് മാത്രം, അല്ലെ ഒരു പ്രാവശ്യം വായിക്കുമ്പോഴേക്കും എല്ലാം മൈൻഡിൽ ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ UGC നെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റൂ എന്നൊന്നുമില്ല. ആർക്ക് വേണേലും ഈ ഒരു എക്സാമിന് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ചില ആൾക്കാർക്ക് ഭയങ്കര എക്സെപ്ഷണൽ ആയിട്ടുള്ള മെമ്മറി ഉണ്ടാകും. അതൊരു ഫാക്റ്റ് ആണ്. ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ചില ഫ്രണ്ട്സിനൊക്കെ ഒരു തിയറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആയിക്കോട്ടെ ഒരൊറ്റ പ്രാവശ്യം വായിക്കുമ്പോഴേക്കും അവരതിന്റെ കംപ്ലീറ്റ് A to Z കാര്യങ്ങളും അവർ മെമ്മറൈസ് ചെയ്തിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം വായിക്കുമ്പോഴത്തേനും അവർക്കത് മൊത്തം തലയിൽ ഫിറ്റ് ആയിട്ടുണ്ടാകും. പക്ഷെ എല്ലാ ആൾക്കാരും അങ്ങനെ ആയിരിക്കില്ല. ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ള മറ്റു പല ആൾക്കാരും അങ്ങനെയല്ല. ഒരു പ്രാവശ്യം വായിച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യം വായിക്കുന്ന സമയത്ത് ഇത് വായിച്ചു എന്നുള്ള ഓർമ്മ പോലും ചിലപ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവില്ല. പക്ഷെ കുഴപ്പമില്ല. നമ്മൾ എന്തറിയണം? നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കണം. ഒരു പ്രാവശ്യം വായിച്ച് അടുത്ത പ്രാവശ്യമാകുമ്പോഴേക്കും ഞാനത് മറന്നു പോകുന്നുള്ളതാണ് എന്റെ വീക്ക്നെസ് എങ്കിൽ ഞാൻ അത് മനസ്സിലാക്കണം. ഞാൻ ഭയങ്കര സ്ലോ ലേണർ ആണെങ്കിൽ ഞാൻ അത് മനസ്സിലാക്കണം. ഇതിൽ നമ്മൾ നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള റെഗുലർ ആയിട്ടുള്ള എഫോർട്ട് ഇടുക. ഞാൻ ഒരു പ്രാവശ്യം വായിച്ചാൽ മറന്നു പോകുന്ന ഒരാളാണെങ്കിൽ രണ്ട് പ്രാവശ്യം വായിക്കുക. രണ്ട് പ്രാവശ്യം വായിച്ചാലും മറന്നു പോകുന്ന ആളാണെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും വായിക്കുക. ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ആ ഒരു വീക്ക്നെസ്സിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫോർട്ട് ഇടുക. അതുപോലെ ഐഡിയാസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ഒരു സ്റ്റഡി ടൈമിനെ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യുക. അതുപോലെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമ്മൾ എന്നും 2 മണിക്കൂർ ടെക്സ്റ്റ് തുറന്ന് വെച്ചിരിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഇരിക്കുന്ന ടൈം സ്പെൻഡ് ചെയ്യുന്നത് അത് എത്ര കുറച്ചുള്ള സമയമായാലും എഫക്റ്റീവ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു എക്സാം സ്ട്രാറ്റജി, പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സാം സ്ട്രാറ്റജി ഉണ്ടാക്കുക. നമ്മുടെ ഭാഗത്തുനിന്ന് റെഗുലർ ആയിട്ടുള്ള ഒരു എഫോർട്ട് ഉണ്ടാക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് സെറ്റ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മളിപ്പം പെട്ടെന്ന് മറന്നു പോകുന്ന ഒരാളാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതിനുശേഷം ഓരോ ദിവസം അതിനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ലേൺ ചെയ്യുക. ഇങ്ങനെ നമുക്ക് നമ്മുടെ എന്താണോ നമ്മുടെ വീക്ക്നെസ് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് എക്സെപ്ഷണൽ ആയിട്ടുള്ള മെമ്മറി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. നമ്മുടെ എഫോർട്ട് മാറ്റർ ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മളിപ്പം ഒരുപാട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും സൈക്കോളജിയിൽ. പ്രത്യേകിച്ച് ഈ ഒരു എക്സാം കോണ്ടെക്സ്റ്റിലോട്ട് വരുമ്പോൾ അത്യാവശ്യം വലിയൊരു സിലബസ് ആണ് കവർ ചെയ്യാനുള്ളത്. അപ്പൊ എല്ലാ എക്സാമിന്റെയും കവർ പേജ് മുതൽ അതിന്റെ റെഫറൻസ് വരെ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ ചെയ്യേണ്ടത് ഒരു സെലക്ടീവ് റീഡിംഗ് അപ്രോച്ച് ആണ്. ഒരു ടെക്സ്റ്റ് ബുക്ക് ആകുമ്പോൾ അതിൽ കുറേ അവർ കഥകൾ പറയുന്നുണ്ടാവും. അത് മൊത്തം ഒന്നും നമ്മൾ ഇരുന്ന് വായിക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ സെലക്ടീവ് ആയിട്ട് വായിച്ചിട്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ കാണുന്ന സമയത്ത് അതിനെപ്പറ്റി കൂടുതലായിട്ട് വായിക്കുക. അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്തിട്ട് മാപ്പ് ചെയ്യാം. മാപ്പ് ചെയ്യുക എന്ന് പറയുമ്പം നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചു. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടായിരിക്കുമല്ലോ. എന്നിട്ട് അതിൽ 4 ഓപ്ഷൻസ് ഉണ്ടാകും. ABCD എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാകും. നമ്മൾ വായിക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു നോക്കി. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യം. നമ്മൾ ഓപ്ഷൻ ചൂസ് ചെയ്തു A. ആൻസർ കീയിൽ നമ്മൾ നോക്കുവാണ്. ആൻസർ A തന്നെയാണ്. ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയപ്പോൾ നമ്മൾ കേട്ടിട്ടില്ല, അങ്ങനെ കേട്ട് പരിചയമില്ലാത്തൊരു ടോപ്പിക്കാണ്. ഇത് അറിയത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പോയിട്ട് ഫോൺ എടുക്കുക. ഫോണിൽ ഒന്നെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഇതെന്താണ് കാര്യം എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കുക. പ്രോപ്പർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് അതിന്റെ ഡെഫിനിഷൻ പഠിക്കുക എന്നുള്ളതല്ല. ആ ഒരു തിയറീനെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ആര് കണ്ടുപിടിച്ചു എന്ന് മുതൽ എന്താണത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു തിയറി, അതിന്റെ നല്ല വശം എന്താ ചീത്ത വശം എന്താന്നുള്ള രീതിയിൽ A to Z കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ജസ്റ്റ് ഒരു റാൻഡം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് പഠിക്കുന്നതിന് പകരം കുറച്ചുകൂടി ക്രെഡിബിൾ ആയിട്ടുള്ള റിസോഴ്സസ് കണ്ടുപിടിച്ചിട്ട് ഇത് ബേസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് മാത്രം. അപ്പൊ ഈ ക്വസ്റ്റ്യനിലുള്ള കോൺസെപ്റ്റ് മാത്രമല്ല, നമുക്കൊരു 4 ഓപ്ഷൻസ് തരുന്ന സമയത്ത് ഈ 4 ഓപ്ഷൻസും ചിലപ്പോൾ ഡിസ്ട്രാക്ടേഴ്സ് ആയിരിക്കും. അതായത് അവരായിട്ട് വെറുതെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു റാൻഡം പേരായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് വേണ്ട. ചിലത് എന്തായിരിക്കും? ശരിക്കുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിരിക്കും നമുക്ക് ഈ ഓപ്ഷൻസ് ആയിട്ട് ഡിസ്ട്രാക്ടേഴ്സ് ആയിട്ട് തന്നിട്ടുണ്ടാക്കുക. അവിടെ നമ്മൾ ഈ ഒരു കാര്യം ഇവിടെ ഒരു ബി എന്നുള്ള ഓപ്ഷൻ പോപ്പപ്പ് എഫക്റ്റ് ആണെന്ന് അർത്ഥം. ഈ പോപ്പപ്പ് എഫക്റ്റ് എന്താന്ന് വെച്ചാൽ അതിനെ പറ്റിയിട്ട് നമ്മൾ വായിച്ചു നോക്കണം. അങ്ങനെ നമ്മൾ ഓരോ ഓപ്ഷൻസിനെ പറ്റിയിട്ടും
പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ക്വസ്റ്റ്യനിൽ നിന്ന് കോൺസെപ്റ്റിലോട്ട് പോകുകയാണ്. കോൺസെപ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യനിലേക്ക് എന്നതിന് പകരം ക്വസ്റ്റ്യനിൽ നിന്ന് കോൺസെപ്റ്റിലോട്ട് പോകുകയാണ്. അപ്പൊ നമുക്ക് ഈ എക്സാമിന് ചോദിച്ചു വന്നിട്ടുള്ള ഓരോ ഏരിയാസും ഈ രീതിയിൽ കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഈ ഒരു മെത്തേഡ് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇനി ടെക്സ്റ്റ് ബുക്കിലോട്ട് വരികയാണെങ്കിൽ ഒരുപാട് നല്ല ടെക്സ്റ്റ് ബുക്സ് സൈക്കോളജിയിൽ ഉണ്ട്. പക്ഷെ എന്താണ് നമ്മൾ ഒരുപാട് ട്രയൽ ആൻഡ് എറർ നടത്തിയിട്ട് ഈ ഓരോ ടെക്സ്റ്റ് ബുക്കിനെയും കണ്ടുപിടിക്കണം എന്ന് മാത്രം. ക്ലിനിക്കൽ സൈക്കോളജി ഏരിയയിൽ ഇനി എംഫിലിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു ഫിഷിന്റെ ക്ലിനിക്കൽ സൈക്കോളജി ടെക്സ്റ്റ് ബുക്കും നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓരോ കോൺസെപ്റ്റും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഫിഷിന്റെ ബുക്ക്. അതുപോലെ റിസർച്ച് മെത്തഡോളജി ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും ബേസിക് ലാംഗ്വേജിൽ നല്ല രീതിയിൽ നമ്മളിപ്പം ഒന്നും അറിയില്ല റിസർച്ച് മെത്തഡോളജിയിൽ മീൻ മീഡിയൻ മോഡ് എന്താണെന്ന് പോലും അറിയാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ പോലും അതടക്കം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് കുളിക്കന്റെ ഈ ഒരു റിസർച്ച് മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സൈക്കോളജി. ഈ ഒരു ബുക്ക് ഒത്തിരി അടിപൊളിയായിട്ട് റിസർച്ച് നമുക്ക് മനസ്സിലാക്കി തരും. അതുപോലെ തന്നെ മസൂറിന്റെ ലേണിംഗ് ആൻഡ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. ഇത് ഭയങ്കര പഴയ ഒരു ബുക്കൊക്കെയാണ്. പക്ഷെ ഇതില് ഇപ്പൊ നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുമ്പം ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കും ഒരു ജനറൽ സൈക്കോളജിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാകുക. പക്ഷെ നമ്മൾ ലേണിംഗിന്റെ ഒരു ബുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ബുക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് ബേസിക് ഐഡിയന്റെ ഉള്ളിലോട്ട് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് ഒത്തിരി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക ഇത്തരത്തിലുള്ള കുറച്ചും കൂടി ഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ബുക്സിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ അത് വായിച്ചിട്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അവർ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ തന്നെ പിടിച്ചിരുന്നോണ്ടിരിക്കരുത്. വീണ്ടും വീണ്ടും അത് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ചുമ്മാ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ടൈം വേസ്റ്റ് ആണെന്ന് തോന്നിയാല് വേറെ ടെക്സ്റ്റ് ബുക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ആ ഒരു ഏരിയ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കമ്മ്യൂണിറ്റി സൈക്കോളജി ആണ്. കമ്മ്യൂണിറ്റി സൈക്കോളജി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരുപാട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും. ഒരെണ്ണം നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അതെടുത്ത് മാറ്റി വെച്ചിട്ട് അടുത്ത ടെക്സ്റ്റ് ബുക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ ഏതെങ്കിലും ഒന്ന് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് വൃത്തിയിൽ പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ അത് യൂസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ഈ തിയറീസ് കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയുടെയും തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ആണ് ഈ ഒരു സെലിഗ്മാന്റെ ടെക്സ്റ്റ് ബുക്ക്. ഇത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുവിധം എല്ലാ തിയറീസ് കൗൺസിലിങ്ങിന്റെയും സൈക്കോതെറാപ്പിയുടെയും തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബുക്കാണിത്. പേഴ്സണാലിറ്റിക്ക് പിന്നെ ഒരുപാട് നല്ല ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. അതിൽ എന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് ഈ ഒരു പേഴ്സണാലിറ്റിന്റെ ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്സ് നോക്കുന്ന സമയത്ത് ട്രയൽ ആൻഡ് എറർ നടത്തി നല്ല ബുക്സ് കണ്ടുപിടിച്ചിട്ട് അത് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമുക്ക് ആ ഒരു മടുപ്പ് ഫീൽ ചെയ്യില്ല. പിന്നെ പേപ്പർ 2 ക്വസ്റ്റ്യൻസ് അൺപ്രഡിക്റ്റബിൾ ആണെന്നുള്ളതാണ് മറ്റൊരു മെത്തേഡ്. ശരിക്കും ക്വസ്റ്റ്യൻസിനെ പ്രഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ആദ്യം മുതലുള്ള PYQs, അതായത് ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിലബസ് ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് ഒക്കെ 2019 മുതലൊക്കെയാണ് വരുന്നത്. പക്ഷെ അതിന് മുന്നേ എന്റെ ഓർമ്മ ശരിയാണ് 2013 ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നെറ്റ് എക്സാം സൈക്കോളജിയിൽ ഉണ്ട്. ആ കാലഘട്ടത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും എടുത്ത് കവർ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പല ഏരിയാസും കംപ്ലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകും. ഇത് നോക്കുകയാണെങ്കിൽ മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസന്റെ ഈ സെക്ഷൽ റെസ്പോൺസ് സൈക്കിളിനെ പറ്റിയിട്ടുള്ള ഒരു തിയറി ഉണ്ട്. ഈ ഒരു തിയറി പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ 2016 ചോദിച്ചു. അതേപോലെ തന്നെ 2017 ജസ്റ്റ് വേർഡ്സ് മാത്രം ആ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിട്ടുള്ളത് മാത്രമേ മാറ്റമുള്ളൂ. എക്സാക്ട് സെയിം സാധനമാണ്. ജൂലൈ 2016 ചോദിച്ചു, 2017 നവംബറിലും ക്വസ്റ്റ്യൻ വന്നു. ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു ഐറ്റം റിമൈൻഡർ കോറിലേഷൻ, പോയിന്റ് ബൈ സീരിയൽ കോറിലേഷൻ, ടെട്രാകോറി കോറിലേഷൻ, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആയിട്ടും വരാറുണ്ട്, അല്ലാത്ത ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് ആയിട്ടും വരാറുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് തന്നെയായിരിക്കും ഐറ്റം റിമൈൻഡർ കോറിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ. അതേ ക്വസ്റ്റ്യൻ തന്നെ 2019 2025 ചോദിച്ചിട്ടുള്ളത് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ PYQ സോൾവ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം PYQ സോൾവ് ചെയ്യുന്ന സമയത്തിൽ നമുക്ക് ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാകും. നമ്മൾ വരുത്തുന്ന സില്ലി ആയിട്ടുള്ള എറേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ പ്രിപ്പറേഷന്റെ ലെവൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരുപാട് യൂസ് ഉണ്ട് PYQ സോൾവ് ചെയ്യുമ്പോൾ. ആ PYQ സോൾവ് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കാനും നമുക്കത് ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കില്ല്
അതുവഴി നമുക്ക് എക്സാം ഹാളിൽ നിന്ന് സ്പീഡിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പൊ ഇങ്ങനെ ഒരുപാട് യൂസ് ഉണ്ട് PYQ സോൾവ് ചെയ്യുന്നിട്ട്. അതുകൊണ്ട് പ്രിപ്പറേഷന്റെ കൂടെ തന്നെ PYQസും സോൾവ് ചെയ്ത് പോണം. പിന്നെ ഉള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞു PYQs സോൾവ് ചെയ്യണം എന്നുള്ളത്. PYQ സോൾവ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തത് കൊണ്ട് മാത്രം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ പെർഫോമൻസ് ബെറ്റർ ആകണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അനലൈസ് ചെയ്യാതെ ഒന്നെങ്കിൽ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഞാനിപ്പോ ഒരു 2025 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. എന്നിട്ട് എനിക്ക് തോന്നി ആൻസർ A ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി, C ആണ് ആൻസർ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ D ആണ്. ഇങ്ങനെയെല്ലാം ഞാൻ ആൻസർ ചെയ്തു. അതിനുശേഷം ഞാൻ ആൻസർ കീ എടുത്ത് നോക്കുകയാണ്. ആൻസർ കീയിൽ ഒന്നാമത്തത് A, അപ്പൊ ഞാനൊരു ടിക്ക് ഇട്ടു. രണ്ടാമത്തത് C, അപ്പൊ ഞാനൊരു ടിക്ക് ഇട്ടു. മൂന്നാമത്തത് A ആണ്, അപ്പൊ ഞാൻ തെറ്റിട്ടു. എന്നിട്ട് ഫൈനലി ഞാൻ 100ൽ എനിക്ക് എത്ര കിട്ടിയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇങ്ങനെ ചെയ്യുന്നതാണ് മോക്സ് വിത്തൗട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി മോക്സ് വിത്ത് അനാലിസിസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് തരത്തിൽ വേണമെങ്കിൽ ചെയ്യാം. ഒന്ന്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്തു, 2025ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചു. എന്നിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് എന്റെ മൈൻഡിൽ ഞാൻ എന്ത് ചെയ്തു, ആൻസർ ചെയ്തു. A ആയിരിക്കും ആൻസർ ചെയ്തു. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ആൻസർ കീ നോക്കാം. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ A ആണ് ആൻസർ. പക്ഷെ എന്താണ്, ഞാൻ ആൻസർ ചെയ്തതെങ്കിലും ഇത് രണ്ട് തരത്തിൽ എനിക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നെങ്കിൽ ഞാൻ ഗസ് ചെയ്തതാകാം, അല്ലെങ്കിൽ ശരിക്കും എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് അറിയാം ഇതാണ് കറക്റ്റ് ആൻസർ എന്ന്. കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് അറിയാം A ആണ് ആൻസർ എന്ന്. ഞാൻ ആൻസർ കീ നോക്കിയപ്പോഴും A തന്നെ ആൻസർ. അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് മൂവ് ഓൺ ചെയ്യാം. അങ്ങനെയല്ല, ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഗസ് ചെയ്തു, ഓക്കെ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് A ആണെന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ, എനിക്കത്ര ഷുവർ ഒന്നായിട്ട് അറിയത്തില്ല. ഞാൻ എന്ത് ചെയ്യണം, ആൻസർ കണ്ടപ്പോഴും A തന്നെയാണ്, ഓക്കെ രണ്ടാമത്തേലോട്ട് പോകാം എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ ചാടരുത്. അവിടെ നിന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്കത് ഗസ് ചെയ്യേണ്ടി വന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് അതിന്റെ കറക്റ്റ് ആൻസർ A ആണെന്ന് മനസ്സിലായില്ല എന്നുള്ളത് അപ്പൊ തന്നെ നമ്മളോട് ചോദിക്കുക. ആ കോൺസെപ്റ്റ് അറിയാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ കുറച്ച് മനസ്സിലാക്കാൻ ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണോ, ക്വസ്റ്റ്യനിലെ വേർഡിങ്സ് ആണോ എനിക്ക് പ്രശ്നമായത്, അങ്ങനെ എന്താണ് എന്റെ പ്രശ്നം എന്ന് അപ്പൊ തന്നെ മനസ്സിലാക്കാം. കോൺസെപ്റ്റ് മനസ്സിലാക്കാത്തത് കൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ ഓർമ്മയില്ലാത്തത് കൊണ്ടാണെങ്കിൽ അപ്പൊ തന്നെ ഇരുന്ന് റിവൈസ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഈ മോക്സ് വിത്ത് അനാലിസിസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമുക്ക് ഒരു ആൻസർ തെറ്റിപ്പോയാൽ അത് എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് അപ്പൊ മനസ്സിലാക്കാം. ഇനി നിങ്ങൾക്ക് ഒരു എക്സാം എന്ന രീതിയിൽ, അതായത് ഒരു റിയൽ എക്സാമിന്റെ അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 2025 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചു. ഒന്നാമത്തത് A, രണ്ടാമത്തത് B, 3, അങ്ങനെ നമ്മളെല്ലാം 100 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുക, ആൻസർ കീ നോക്കുന്ന സമയത്ത് ആൻസർ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും വീണ്ടും ക്വസ്റ്റ്യൻ വായിക്കുക. എന്നിട്ട് ആ ആൻസർ കീനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പം ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇത് ഓക്കെ എന്റെ തെറ്റുള്ളത് മാത്രമേ ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം എന്ന് വിചാരിക്കരുത്. ചിലത് നമ്മൾ ഗസ് ചെയ്ത് കറക്റ്റ് ചെയ്തതായിരിക്കും. അപ്പൊ ഏത് മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്താലും ഓരോ ക്വസ്റ്റ്യൻസും എനിക്കറിയില്ലേ, എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്നത് മനസ്സിലാക്കാം. അങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമേ അത് നമുക്ക് ബെനിഫിറ്റ് ചെയ്യത്തുള്ളൂ. ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പം ഇത് 2025 ഡിസംബറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം DBTയിൽ ഇല്ലാത്തത്, ഇത് ഈ ഒരു 4 സ്കിൽസിൽ ഇതിലേതാണ് DBTയിൽ ഇല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യനില് ചിലപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഈ ഈ ഈ ഐഡിയ അറിയുന്നവരാണെങ്കിൽ അറിയാം, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 4ഉം ഉള്ളതായിട്ട് തോന്നും. പക്ഷെ ഇവിടെ ശരിക്കും വരേണ്ടത് ഇന്റർപേഴ്സണൽ സ്കില്ലാണ്. ഇവിടെ തന്നിട്ടുള്ളത് ഇൻട്രാപേഴ്സണലിനാണ്. ഇപ്പം നമ്മള് എക്സാം ഹോളിൽ നിന്നൊക്കെ ആയാലും പെട്ടെന്ന് വായിക്കുന്ന സമയത്ത് ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കും. അതെങ്ങനെയാ ശരിയാക്കുക, 4 ഓപ്ഷനും കറക്റ്റ് ആണല്ലോ എന്ന് ചിന്തിച്ചു നോക്കും. പക്ഷെ ഈ എക്സാമിന് മുന്നേ തന്നെ നമ്മൾ പല ക്വസ്റ്റ്യൻസ് PYQs ഇങ്ങനെ സോൾവ് ചെയ്യുകയും ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് ആയാലും നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന സമയം നമ്മൾ ആ ഒരു മിസ്റ്റേക്കിൽ എത്തുകയാണ്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ മൈൻഡിനോട് പറയാ, ഓക്കെ എക്സാം ഹോളിൽ നിന്നിട്ടും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം, ഒരു ചെറിയ തരത്തിലുള്ള സ്പെല്ലിംഗ് ഡിഫറൻസ് മാത്രമേ ഓപ്ഷനെ കാണിക്കുന്നുണ്ടാവുള്ളൂ, അതിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പം എക്സാം ഹോളിൽ ഇരുന്നിട്ട് നമ്മൾ അതും കൂടെ കൺസിഡർ ചെയ്യും. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതും കൂടെ നോക്കുന്നുണ്ടാവും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ. അപ്പൊ PYQ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിനു വേണ്ടി PYQ ചെയ്യുക, നമ്മുടെ മിസ്റ്റേക്സ്, നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് എന്താണ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് PYQ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ഒരെണ്ണമാണ്
നമുക്ക് എന്ത് ചെയ്യണ്ട, ഓരോ ടോപ്പിക്കിന്റെയും ഡെപ്തിലോട്ട് പോകേണ്ട ആവശ്യമില്ല. പെരിഫറൽ ആയിട്ടുള്ള ഫാക്ട്സ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഇതിന് ഭയങ്കര അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ആയാലും ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ബേസ് ചെയ്തിട്ട് അതിന്റെ പെരിഫറൽ ആയിട്ടുള്ള ഏരിയാസ് മാത്രം കവർ ചെയ്ത് അങ്ങനെ അങ്ങനെ പഠിക്കുന്ന ആൾക്കാരും ഉണ്ട്, അങ്ങനെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പേഴ്സണലി ഇതിന് ഭയങ്കര അഗെയിൻസ്റ്റ് ആണ്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചിട്ട് നമ്മൾ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് തറോ ആയിട്ട് നമുക്ക് അറിയുമെങ്കിൽ മാത്രം, അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ തറോ ആയിട്ട് അറിയുമെങ്കിൽ മാത്രമേ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ചിലതൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മതി. പക്ഷേ ഈ അസേർഷൻ റീസണിങ് ഒക്കെ പോലെയുള്ള ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ക്രൊണോളജിക്കൽ ആയിട്ടുള്ള സീക്വൻസ് ആയിക്കോട്ടെ, അത് മെമ്മറി ബേസ്ഡ് ആയിട്ടാണെങ്കിൽ പോലും നമുക്ക് ഓരോ കാര്യത്തെ പറ്റിയിട്ടും അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ പ്രോപ്പർ ആയിട്ട് അറിയെങ്കിൽ മാത്രമേ നമുക്ക് അത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓരോ തിയറീസ് ആയാലും അതിന്റെ വൈയും ഹൗവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും എന്തല്ല, പെരിഫറൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രം പോരാ. അതിപ്പോ ഈ ഒരു എക്സാം മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യരുത്. നമ്മളെല്ലാവരും സൈക്കോളജി ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്തിട്ട് ഫ്യൂച്ചറിൽ സ്റ്റുഡൻസിനെ ടീച്ച് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും എന്ത് പോരാ, പെരിഫറൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് പോരാ. നമുക്ക് ഇൻഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം. ഞാനിവിടെ മാക്സിമം ഡെപ്തിൽ തന്നെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിങ് പോസിബിൾ ആണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പഠിക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അത്രയും നല്ല കാര്യമേ പറയുള്ളൂ. ഇനി നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലോട്ട് പോയാൽ നമ്മുടെ ക്ലാസ്സസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും ക്ലാസ്സസ് ഉണ്ടാക്കാം. അപ്പൊ ക്ലാസ്സിൽ നമ്മൾ ഓരോ ദിവസവും 2 ഹവർ ആയിരിക്കും കവർ ചെയ്യുക. അത് ചിലപ്പോൾ ടോപ്പിക് അനുസരിച്ചിട്ട് ഒരു 1:30യുടെയും 2:30യുടെയും ഇടയിലോട്ട് ചേഞ്ച് ആയേക്കാം. ചിലപ്പം ഒരു 1.25 മണിക്കൂറായിരിക്കും ഉണ്ടാകുക. ചിലപ്പോൾ 2:15 2:30 ക്ലാസ്സസ് നീണ്ടുപോയേക്കാം. അത് ടോപ്പിക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ട് ക്ലാസ്സിന്റെ ടൈമിൽ ചെറിയ മാറ്റം ഉണ്ടാകും. അപ്പൊ ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഒരിക്കലും പാസീവ് ആയിട്ടിരുന്ന് കേൾക്കരുത്. ചുമ്മാ ഒരു വീഡിയോ ഓൺ ആക്കി വെച്ചു, എല്ലാം കേട്ടു എന്ന രീതിയിൽ ഇരിക്കരുത്. അതിപ്പോ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുവാണെങ്കിലും സ്വന്തമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെന്ന സമയത്തായാലും നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം, ദയവേത് എല്ലാ കാര്യങ്ങളും നോട്ടിലോട്ട് മാറ്റി എഴുതരുത്. ഒരു ടെക്സ്റ്റ് വായിച്ചിട്ട് എല്ലാം നമ്മൾ മാറ്റി എഴുതുകയാണെങ്കിൽ പിന്നെ ടെക്സ്റ്റ് തന്നെ പോരെ, എന്തിനാണ് നമ്മൾ നോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യം? അപ്പം എല്ലാം മാറ്റി എഴുതരുത്. നമ്മുടെ ഒരു നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ 30% ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം സൈക്കോളജിന്റെ ഫാദർ ആരാണ്, അല്ലെ ആരാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് കൊണ്ടുവന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ ഇതൊന്നും വെറുതെ വീണ്ടും വീണ്ടും എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. ആ നോട്ടിന്റെ ഒരു 70% എന്ന് പറയുന്നത് നമുക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കണം. കാരണം നമ്മൾ വീണ്ടും പ്രിപ്പയർ ചെയ്യുമ്പോൾ ലൈക് റിവൈസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നോട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ അറിയുന്ന കാര്യങ്ങൾ തന്നെ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അറിയുന്നതല്ലേ എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യും. അതിന്റെ ഇടയിലായിരിക്കും ഈ അറിയാത്ത കാര്യം കിടക്കുന്നത്. മാക്സിമം ഈ അറിയുന്ന കാര്യങ്ങൾ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക. അതായത് നമുക്ക് 100% ഷുവർ ആണ്, എന്നെ ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചാലും എനിക്കിത് അറിയാം, അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്യണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഇനി അങ്ങനെയല്ല, എനിക്കൊരു 99% ഉറപ്പേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ എഴുതിക്കോ, കുഴപ്പമില്ല. നമ്മളവിടെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. നോട്ട് എഴുതാതെ ഇരിക്കുക എന്നുള്ളതൊരു ശരിക്കും ഒരു ഓപ്ഷനേ അല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു മെമ്മറി വേണം. ഇപ്പം ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്സ് വായിക്കുകയാണെങ്കിൽ അതിൽ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്തിടും. അപ്പൊ നമ്മുടെ അടുത്ത് ഒരു 10 യൂണിറ്റ് കവർ ചെയ്യുമ്പോഴേക്കും ഒരു 20 ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും. 20 ടെക്സ്റ്റ് ബുക്കിലും അവിടെ ഇവിടെയായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ല, എന്ത് എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പൊ നമ്മുടെ അടുത്തൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈം ലാഭിക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഈ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും 10 സെക്കൻഡ് എങ്കിൽ 10 സെക്കൻഡ് നമുക്ക് ടൈമിനെ ലാഭിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അതിൽ ഒന്നാമത്തെ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അതിപ്പോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നോട്ട് ഉണ്ടാക്കുകയാണെങ്കിലും എക്സ്ട്രാ നിങ്ങളായിട്ട് വായിക്കുകയാണെങ്കിലും നോട്ട് കയ്യിൽ കീപ്പ് ചെയ്യാം. ആ നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഡെഫിനിഷൻസ് ആയാലും അതൊന്നും നമുക്ക് എന്തിന്റെ ആവശ്യമില്ല. നമ്മളൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ല എഴുതാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഡെഫിനിഷൻസ് എന്താണ് ഈ കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ബേസിക് ആയിട്ട് ഒരു 1-2 ലൈനിന്റെ ഉള്ളിൽ നിർത്താൻ വേണ്ടി പറ്റുന്നത്. അത് നമുക്ക് ഏത് ലാംഗ്വേജ് ആണോ കംഫർട്ടബിൾ, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇംഗ്ലീഷും മലയാളം കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ഏത് രീതിയിലായാലും കുഴപ്പമില്ല. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ആൻഡ് കീ ടേംസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ആ
ഓരോ തിയറി ബേസ് ചെയ്തിട്ടും കീ ടേംസ് ഉണ്ടാക്കും. ആ കീ ടേംസ് നമ്മുടെ രീതിയിൽ നമ്മൾ വളച്ചൊടിക്കരുത്. കാരണം എക്സാമിന് വരുന്നത് അല്ലെ ഓപ്ഷൻ ആയിട്ട് ഉണ്ടാകുക കീ ടേം ആയിരിക്കും. അപ്പോൾ ഓരോ തിയറി ഓരോ കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതും കീ ടേംസ് നമ്മളെ നോട്ടിൽ ഉണ്ടാവണം. നോട്ട് എഴുതുന്ന സമയത്ത് അതിന്റെ സ്കാനബിലിറ്റി പ്രയോറിറ്റൈസ് ചെയ്യാം. സ്കാനബിലിറ്റി എന്ന് പറയുമ്പം നമ്മളൊരു നോട്ടില് ഇതൊരു പേജാണ്. ഇതിൽ ഞാൻ തുടക്കം മുതൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുകയാണ്. എല്ലാം ഇങ്ങനെ എഴുതി. ഞാൻ ഒരു 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 എനിക്കറിയാത്ത ഒരു കാര്യത്തെ പറ്റി പെട്ടെന്ന് എനിക്ക് നോക്കണമെങ്കിൽ ഞാൻ ഈ ഓരോ ലൈൻ ഇരുന്ന് വായിക്കേണ്ടി വരും. അതിന് പകരം സ്കൂൾ ടൈം മുതൽ നമ്മൾക്ക് പറഞ്ഞു തരുന്ന പോലെ മാക്സിമം ഫ്ലോ ചാർട്ട്സ് ആയിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഓരോരോ തിയറീസിനെ കണക്ട് ചെയ്ത് പോകുന്ന രീതിയിൽ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പിന്നെ നമ്മൾ ഓരോ ടോപ്പിക് കവർ ചെയ്യുമ്പോഴും എഴുതി കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്പേസ് അവിടെ ഗ്യാപ്പ് ഇടാം. ഇനി യുജി കാലഘട്ടം മുതൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോ ഇന്ന് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ പറ്റിയിട്ട് കുറെ നോട്ട്സ് എഴുതി. അത് എഴുതിയതിനു ശേഷം കുറച്ച് സ്ഥലം അതിന്റെ താഴെ ബാക്കി വിടാം. അതെന്തിനാന്ന് വെച്ചാൽ ചിലപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒരു പുതിയ പേജ് വായിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് അറിയാത്ത ഒരു ഇൻഫർമേഷൻ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ പറ്റിയിട്ട് കേൾക്കുന്നത്. അപ്പൊ അത് വേറെ ഏതെങ്കിലും ഒരു പേജിൽ എഴുതുന്നതിനേക്കാളും നല്ലത് ഓൾറെഡി നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ എഴുതിയിട്ടുള്ള പേജ് ഉണ്ടാവും. അപ്പൊ അവിടെ നമ്മൾ ആ സ്പേസ് ഇട്ടത് കൊണ്ട് തന്നെ നമുക്കത് വൃത്തികേടാക്കാതെ, അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് എഴുതിയത് വൃത്തികേടാക്കും. അങ്ങനെ വൃത്തികേടാക്കാതെ ആ ഒഴിച്ചിട്ട സ്പേസിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷനോടുകൂടെ ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ ഇൻഫർമേഷൻ കിട്ടും എന്ന ആ ഒരു പ്രതീക്ഷയോട് കൂടി കുറച്ച് സ്പേസ് അവിടെ ഒഴിച്ചിടാം. പോയാൽ നമുക്ക് കുറച്ച് പേജേ പോകത്തുള്ളൂ. പക്ഷെ നമുക്ക് എന്ത് കിട്ടും? പിന്നെ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അത് ആ ഒരു നോട്ട് വൃത്തികേടാക്കാതെ അവിടെ എഴുതി വെക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ നോട്ട് എഴുതുന്ന സമയത്ത് ഇത്തരത്തിൽ എന്ത് ചെയ്യരുത്? ഫുൾ സെന്റൻസസ് എഴുതാതെ നമ്മൾ ഈ സിമ്പിൾസും അബ്രിവേഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം കൂടാണ്, കുറയാണെന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലുള്ള സിമ്പിൾസ് യൂസ് ചെയ്യാം. ദെയർ ഫോറിന് ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് സെന്റൻസസിനെ ഷോർട്ട് ആക്കി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അനാവശ്യമായിട്ടുള്ള ദ, സിമിലർലി അങ്ങനത്തെ വേർഡ്സിനെയൊക്കെ മാക്സിമം ഒഴിവാക്കുക. അങ്ങനെ നമുക്ക് വേണ്ടാത്ത കുറെ വാക്ക് അഡീഷണലി ഇങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കുകയേ ചെയ്യരുത്. അങ്ങനത്തെ വേർഡൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് അതിന്റെ കോർ ആയിട്ടുള്ള മീനിങ് മാത്രം ആ ഒരു നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. കാരണം ആ വായിക്കുന്ന സമയത്ത് ആ ദ വായിക്കുന്ന സമയം കൂടെ നമുക്ക് വേസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. ഇനി നമ്മൾ രണ്ട് തരത്തിൽ നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഒന്നെങ്കിൽ ഡിജിറ്റൽ ആയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനു വേണ്ടി പറ്റുന്ന തരത്തിലുള്ള കുറെ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിജിറ്റൽ ആയിട്ട് നോട്ട് മേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സ്പേസ് ഇടേണ്ടത് നിർബന്ധമില്ല. കാരണം നമുക്ക് എപ്പോൾ വേണേലും അഡീഷണൽ ആയിട്ടുള്ള സ്പേസ് ഇടാൻ വേണ്ടി പറ്റും. അങ്ങനെയല്ല, നമ്മൾ നോട്ട്ബുക്ക് വാങ്ങിയിട്ട് അങ്ങനെ പേപ്പറിൽ നോട്ട് എഴുതുവാണെങ്കിൽ അവിടെ നമ്മൾ ഈ അഡീഷണൽ ആയിട്ടുള്ള സ്പേസ് എഴുതേണ്ടി വരും. അതുപോലെ തന്നെ ഇൻഡെക്സ് ചെയ്യണം പേജസിന്. കാരണം നമ്മൾ ഒരു നോട്ട്ബുക്കിലൊന്നും നമ്മൾ എന്തായാലും എഴുതി തീരൂല. നമ്മൾ എഴുതി എല്ലാം കൂടെ കഴിയുമ്പോൾ കുറെ നോട്ട്ബുക്ക് ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് എനിക്കൊരു ഡൗട്ട്, ഓക്കെ, ഇന്ന ഒരു തിയറി അത് ആരായിരുന്നു കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, അത് എന്തായിരുന്നു എന്നൊരു ഡൗട്ട് വരുന്ന സമയത്ത് ആദ്യത്തെ ബുക്ക് മുതൽ അവസാനത്തെ വരെ ഇങ്ങനെ മറച്ചു നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഓരോ ബുക്കിനും ഇൻഡെക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഡെക്സ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് പേജ് നമ്പർ ഇട്ടിട്ട് ഓരോന്നും എഴുതുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് ഓരോ പേജിലും എന്താണുള്ളതെങ്കിലും മനസ്സിലാക്കുക. നമുക്ക് 10 യൂണിറ്റ്സ് ആയിരിക്കും ഉണ്ടാക്കുക. അപ്പം പറ്റുകയാണെങ്കിൽ 10 യൂണിറ്റിനും ഓരോ ബുക്ക് വീതം, അതായത് 10 ബുക്കുകൾ വാങ്ങാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി അത്രയും ബുക്ക് വാങ്ങിയിട്ട് വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹമില്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുക്ക് എടുക്കാം. ഇതിന്റെ ഒരു ഫസ്റ്റ് കവറിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഈ ഒരു ബുക്കില് 4 യൂണിറ്റ്സ് അല്ലെങ്കിൽ 2-4 യൂണിറ്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ 4 എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാന്ന് ഞാൻ പറയാം. നമ്മൾ ഈ ഒരു ബുക്ക് എടുത്തു. ആ ബുക്ക് എടുത്തിട്ട് അതിന്റെ മുകളിൽ ഞാൻ ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് എഴുതി, രണ്ടാമത്തെ യൂണിറ്റിന്റെ എഴുതി, മൂന്നാമത്തത് എഴുതി, നാലാമത്തത് എഴുതി. നോട്ട് തുറക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇവിടെ ഇങ്ങോട്ട് എന്ത് ചെയ്യാം? ഒന്നാമത്തെ യൂണിറ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് എഴുതുക. പിന്നെ സെന്റർ പാർട്ടീഷൻ എടുക്കാൻ വേണ്ടി പറ്റുള്ള ആ ഒരു ബുക്കിന്റെ അതിന്റെ ഒരു സൈഡിലോട്ട് രണ്ടാമത്തെ യൂണിറ്റ്, ഇപ്പുറത്തെ സൈഡിലോട്ട് മൂന്നാമത്തെ യൂണിറ്റ്. ബാക്ക് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം? നാലാമത്തെ യൂണിറ്റിനെ പറ്റിയിട്ട് എഴുതാം. അപ്പൊ ഒരു ബുക്കിന്റെ ഉള്ളിൽ നമുക്ക് 4 യൂണിറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഫ്രണ്ടിൽ നിന്ന് ഏത് യൂണിറ്റ് ആണ്, ബാക്കിൽ നിന്ന് ഏത് യൂണിറ്റ് ആണ്, സെന്ററിൽ ഏത് യൂണിറ്റ് ആണ്. അപ്പൊ നമുക്ക് ആ ഒരു യൂണിറ്റിന്റെ ഉള്ളിൽ മാത്രം സെർച്ച് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ എല്ലാ യൂണിറ്റും അവിടെ ഇവിടെ ആയിട്ട് എഴുതി വെച്ചാൽ നമ്മൾ ഓരോ ബുക്കുകളായിട്ട് മറിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ അത്രയും ടൈം നമുക്ക് വേസ്റ്റ് ചെയ്യാണ്. ഇനി ഡിജിറ്റൽ ആയിട്ടാണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം? സ്ട്രക്ചേർഡ് ആയിട്ട് ഡിജിറ്റൽ ആയിട്ട് എഴുതുന്ന നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇനിയിപ്പോ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ്
ആ കീവേഡ് സെർച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വെറുതെ സ്ക്രോൾ ചെയ്ത് അതിനും സമയം കളയണ്ട. പക്ഷെ എല്ലാ ആൾക്കാർക്കും ഡിജിറ്റൽ ആയിട്ടുള്ള നോട്ട്സ് ഇഷ്ടമായിരിക്കില്ല. കണ്ണിന് ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. കുറെ ടൈം സ്ക്രീൻ യൂസ് ചെയ്താൽ തലവേദന എടുക്കുന്നവരുണ്ടാവും. ഇനിയിപ്പോ നോട്ടാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ എന്തായാലും കുഴപ്പമില്ല. മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറയുന്നത് പോലെ. പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ ഈ ടൈം ലൈൻ പേജസ് കൊടുക്കുക. ടൈം ലൈൻ പേജസ് എന്ന് വെച്ചാൽ ഓരോ തിയറി ആയാലും ഓരോ കാര്യങ്ങളായാലും നടന്നിട്ടുള്ള ഇയേഴ്സും കൂടെ അതിന് വേണ്ടിയിട്ട് ഒരു പേജ് മാറ്റി വെക്കാം. ഇപ്പൊ യൂണിറ്റ് 1ന്റെ എൻഡിൽ യൂണിറ്റ് 1ലുള്ള കാര്യങ്ങളുടെ ഒരു ടൈം ലൈൻ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഇത് എന്തിനാണ് ഇപ്പോഴേ ഞാൻ പറയുന്നതെന്ന് വെച്ചാല് എക്സാമിന്റെ തലേന്ന് റിവൈസ് ചെയ്യാനിരിക്കുമ്പോൾ അയ്യോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നേ നല്ലതായിരുന്നു എന്ന് തോന്നാൻ വേണ്ടി പാടില്ല. അപ്പൊ പ്രിപ്പയർ ചെയ്യാൻ ഇരിക്കുന്ന സമയത്ത് എക്സാമിന്റെ തലേന്നടക്കം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ആവശ്യം വരുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടിട്ട് വേണം നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ ആ ഒരു ടൈം ലൈൻ പേജ് ഓരോ യൂണിറ്റിനും കീപ്പ് ചെയ്യാം. ഓരോ യൂണിറ്റിലും ഓരോ കാര്യങ്ങളും നടന്നിട്ടുള്ളത് എപ്പോഴാണ് ഏത് വർഷമാണെന്നുള്ളത് ഓർഡറിൽ ആദ്യം നടന്നത് മുതൽ പിന്നെ 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 എന്നുള്ള രീതിയിൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലെ പാരഗ്രാഫ് കണക്ക് ഒരിക്കലും എഴുതി വെക്കരുത്, നിറയെ എഴുതി വെക്കരുത്. പിന്നെ ഡിജിറ്റൽ ആയിട്ട് നോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കണം. അതേ കാര്യം അതേപോലെ വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കരുത്. ഇനിയിപ്പോ നമ്മൾ നോട്ട് എഴുതുവാണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കിയിട്ട് അതേപോലെ എഴുതി വെക്കരുത്. അത് നമ്മുടെ രീതിയിലോട്ട് മാറ്റിയിട്ട് എഴുതുവാണെങ്കിൽ ഒന്ന് നമ്മൾ അതിനെ നമ്മുടെ രീതിയിലോട്ട് മാറ്റുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഇൻഫർമേഷനെ നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്ന സമയത്തും അത് നമ്മുടെ പേരിൽ നമ്മൾ എഴുതിയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. പിന്നെ നോട്ട് എഴുതുന്ന സമയത്ത് അതിന്റെ ആ ഒരു ബ്യൂട്ടി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാതെ ക്ലാരിറ്റി ഫോക്കസ് ചെയ്യുക. ഭംഗി വേണം, നമ്മൾ കാണുന്ന സമയത്ത് നമുക്കത് വായിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഒരു ഭംഗി വേണം. എന്നാൽ പോലും അതിന് വേണ്ടിയിട്ട് പല പല കളർ യൂസ് ചെയ്ത് അങ്ങനെ അതിലോട്ട് ഇരിക്കരുത്. അത് വൃത്തിയിൽ എഴുതാൻ വേണ്ടി മാത്രം ഇരിക്കരുത്. എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും തരത്തിൽ എഴുതി തീരെ ക്ലാരിറ്റി ഇല്ലാണ്ട് അവസാനം നമുക്ക് തന്നെ നമ്മൾ എഴുതിയത് വായിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിലാകരുത്. ഞാൻ അബ്രിവേഷൻസ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഇങ്ങനെ കുറെ സൈൻ ലാംഗ്വേജ് എഴുതി വെച്ചിട്ടുണ്ട്. അവസാനം നോക്കുമ്പോൾ ഇതിപ്പോ എന്താണ് എന്ന് തോന്നരുത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സൈൻസോ സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം അത് നിങ്ങൾക്ക് അത്രയും ഫെമിലിയർ ആയിട്ടുള്ളതാണെങ്കിൽ ഇപ്പം ദെയർഫോർ, ഈ ഇൻക്രീസ് ഡിക്രീസ് ഇതൊക്കെ കൂടുതലായിട്ടും ആൾക്കാർ യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അതിന് വേണ്ടി വരില്ല. പക്ഷെ വേറെ എന്തെങ്കിലും സാധനത്തിന് നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത ഒരു സിമ്പിൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ നോട്ടിന്റെ തുടക്കത്തിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഇപ്പൊ ഇങ്ങനെ എഴുതിയാൽ അതിന്റെ അർത്ഥം ബിക്കോസ് എന്നാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഓരോ സിമ്പിൾസ് ആദ്യം തന്നെ ഫോം ചെയ്തിട്ട് നോട്ടിന്റെ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ എഴുതുമ്പോഴായാലും വായിക്കുമ്പോഴായാലും നമുക്ക് അത്രയും ടൈം ലാഭിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതാ, ആൻഡ്, അഡീഷണലി അങ്ങനത്തെ അൺനെസസറി ആയിട്ടുള്ള ഒരു കാര്യവും ആ നോട്ട് എഴുതുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടില്ല. ഇപ്പൊ ഞാന് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് വൺ നോട്ടിലായിരുന്നു. നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് വൺ നോട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ യൂണിറ്റ് വൈസ് ഇത്തരത്തില് അറേഞ്ച് ചെയ്തു. ഇപ്പൊ ഞാൻ യൂണിറ്റ് എന്നുള്ളതിനേക്കാളും യൂണിറ്റിന്റെ ഉള്ളിൽ മെയിൻ ടോപ്പിക്സിന് വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അറ്റൻഷനും കാര്യങ്ങളൊക്കെ എന്താണ്, അറ്റൻഷനും പെർസെപ്ഷനും ഒക്കെ ഒരു സിംഗിൾ യൂണിറ്റിന്റെ ഉള്ളിൽ വരുന്നതാണ്. പക്ഷെ ഞാൻ അതിന് അറ്റൻഷൻ, പെർസെപ്ഷൻ, ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള സെഷൻസ് ആയിട്ട് തിരിച്ചു. ഇപ്പം എമർജിംഗ് ഏരിയാസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ടൈം ലൈൻ കാണാൻ വേണ്ടി പറ്റും. ഈസ്റ്റേൺ ഉണ്ട്, ഹിന്ദുയിസം, ഇസ്ലാം, ബുദ്ധിസം, ജൈനിസം, ഇന്ത്യൻ സൈക്കോളജി, അങ്ങനെ അങ്ങനെ നമ്മൾ എന്താണ് ഓരോരോരോ ഏരിയാസിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. ഇപ്പൊ ഇവിടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം കണക്ട് ചെയ്ത് പോവുക. ഇതിന് ഇപ്പുറത്തേക്ക് നീണ്ടുപോകും. ഈ ഒരു ടോപ്പിക്കിൽ നിന്നായിരിക്കും അടുത്തൊരെണ്ണം വരുന്നത്, അതിൽ നിന്നായിരിക്കും അടുത്ത ഒരു ഐഡിയ കണക്റ്റഡ് ആവുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഫ്ലോയും മനസ്സിലാകും, ഈ ഐഡിയാസ് എങ്ങനെയാണ് പരസ്പരം റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതെന്നും മനസ്സിലാക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ഫ്ലോയും കണക്ഷനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നമ്മൾ കോൺസെപ്റ്റ്സ് എഴുതുന്ന നോട്ടിന് പുറമെ കീപ്പ് ചെയ്യേണ്ട മറ്റൊരു നോട്ടാണ് PYQന്റെ നോട്ട്ബുക്ക്. PYQ നോട്ട്ബുക്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമല്ലോ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വായിച്ചു. അതിൽ ABCD എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മൾ നോക്കി A ആണ് ആൻസർ നമുക്ക് മനസ്സിൽ തോന്നിയത്, പക്ഷെ ആൻസർ D ആയിരുന്നു. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ എനിക്ക് അറിയോ, ഓക്കെ ക്വസ്റ്റ്യൻ എനിക്ക് അറിയുമെങ്കിൽ ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് എനിക്ക് ആൻസർ തെറ്റി, ഇനി ഈ A എന്താണ്, B എന്താണ്, C എന്താണ്, D എന്താണ്, ഓരോ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്തും എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ഇപ്പൊ നമുക്ക് അറിയാത്തൊരു കാര്യമാണെങ്കിൽ ഒന്നുകിൽ ഈ PYQ നോട്ട്ബുക്കിൽ ആ കോൺസെപ്റ്റ് എഴുതി വെക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ കോൺസെപ്റ്റ് വരുന്നത് മൂന്നാമത്തെ യൂണിറ്റിലാണെങ്കിൽ ആ നോട്ട്ബുക്ക് ഉണ്ടാവുമല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നോട്ട്ബുക്ക്, ഈ നോട്ട്ബുക്കിൽ ആ മൂന്നാമത്തെ യൂണിറ്റിന്റെ ഏരിയയിൽ ആ ടോപ്പിക്ക് ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് എഴുതി വെക്കുക. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കോൺസെപ്റ്റ് അല്ല, പകരം പലപ്പോഴും 4
കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എ ആണ് ഇപ്പൊ കറക്റ്റ് എങ്കിൽ പോലും എന്തുകൊണ്ടാണ് ബിയും സി ഡി ഒക്കെ തെറ്റായത്, അല്ലെങ്കിൽ എന്താണ് ബി സി ഡി ഓപ്ഷൻസ് എന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ ഈ പാസ്റ്റിലുള്ള നടന്നിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്താൽ അതുവഴി തന്നെ നല്ലൊരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ PYQല് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ് ഈ ഒരു എറർ ലോഗ് മെത്തേഡ് എന്ന് പറയാം. ഇപ്പൊ നമുക്ക് എക്സാം ഹോളിന്റെ പുറമേ വരുത്തുന്ന ഓരോ മിസ്റ്റേക്കും നമുക്ക് ആ ഒരു സക്സസിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. എത്ര തെറ്റ് വേണമെങ്കിലും വരുത്തിക്കോളൂ. നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് PYQs സോൾവ് ചെയ്യുന്ന സമയത്ത് എത്ര തെറ്റ് വേണമെങ്കിലും വരുത്തിക്കോളൂ. പക്ഷെ തെറ്റ് വരുത്തിയിട്ട് അത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് മൂവ് ഓൺ ചെയ്യരുത്. എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്നുള്ളത് റിഫ്ലക്ട് ചെയ്യാം. ഇപ്പൊ ഒരു ഓപ്ഷൻ നമുക്ക് തെറ്റായിപ്പോയി, നമ്മൾ ചൂസ് ചെയ്ത ഓപ്ഷൻ തെറ്റിപ്പോയി. അതെന്തുകൊണ്ടാണ്? എനിക്ക് അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഹ്യൂറിസ്റ്റിക്സിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഹ്യൂറിസ്റ്റിക്സ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണോ എനിക്ക് തെറ്റിയത്? അങ്ങനെയാണെങ്കിൽ അതൊരു കോൺസെപ്ച്വൽ ഗ്യാപ്പ് ആണ്. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഹ്യൂറിസ്റ്റിക്കിനെ പറ്റി പഠിക്കണം. ചിലപ്പോൾ സില്ലി എറേഴ്സ് വരുത്തും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ക്വസ്റ്റ്യൻ പ്രോപ്പർ ആയിട്ട് വായിക്കാതെ വരുത്തുന്ന എറേഴ്സ്. ചിലപ്പം അതിൽ പറഞ്ഞിട്ടുള്ളത് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നായിരിക്കും. നമ്മൾ പോയിട്ട് കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്തിട്ടുണ്ടാവും. നോട്ട് പറഞ്ഞിട്ടുണ്ടാവും, ആ നോട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. അല്ലെങ്കിൽ അസെൻഡിങ് ഡിസെൻഡിങ് ഈ കാര്യങ്ങൾ ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാക്കും. അങ്ങനത്തെ സില്ലി എറേഴ്സ് വരുത്തും. അപ്പൊ ഈ സില്ലി എറർ വരുത്തുന്ന സമയത്ത്, എക്സാം ഹോളിന്റെ പുറത്തു നിന്ന് സില്ലി എറർ വരുത്തുന്ന സമയത്ത് ജസ്റ്റ് സിംപ്ലി മൂവ് ഓൺ ചെയ്യാതെ നമ്മൾ നമ്മുടെ മനസ്സിൽ ഒരു പ്രാവശ്യം പറയാം, ഓക്കെ ഞാൻ നോട്ട് എന്നുള്ളത് ശ്രദ്ധിച്ചില്ല, നോട്ട് എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഞാനിത് ശ്രദ്ധിക്കണം എന്ന് നമുക്കൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. അല്ലെങ്കിൽ അസെൻഡിങ് എന്നാണോ ഡിസെൻഡിങ് എന്താണോ എന്ന് ശ്രദ്ധിക്കണം. ഞാൻ പലപ്പോഴും വരുത്താറുള്ള ഒരു മിസ്റ്റേക്കാണ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് വായിക്കില്ല. ക്വസ്റ്റ്യൻ പകുതി വായിച്ചിട്ട് ഓടിപ്പോയിട്ട് ആൻസർ ചെയ്യും. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിക്കുമ്പോൾ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഞാൻ ലാസ്റ്റ് എഴുതിയ എക്സാമിലടക്കം ഞാൻ ഈ പേരിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു മിസ്റ്റേക്ക് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ PYQ സോൾവ് ചെയ്യുന്ന സമയത്ത് എന്റെ സിലിയറേഴ്സ് ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ അലേർട്ട് ആയിരിക്കും എക്സാം ഹോളിൽ. അപ്പൊ ഈ സിലിയറേഴ്സ് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വേർഡ് ആയിരിക്കും നമ്മൾ ഒരു ഓപ്ഷൻ മറ്റൊരു തെറ്റായ ആൻസറിലോട്ട് നമ്മളെ മിസ്ലീഡ് ചെയ്തിട്ടുണ്ടാകുക. അല്ലെങ്കിൽ എന്ത് ലോജിക്കിലാണ് നമ്മൾ ആ ഒരു തെറ്റായിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തതെന്ന് നോക്കുക. നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് വന്നതെന്ന് നോക്കുക. പിന്നെ PYQ സോൾവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തായിരിക്കും ആൻസർ കീ, അതായത് ഇപ്പം ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള PYQന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ബുക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതിന് ആൻസർ കീയിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാകും. ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ള എറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യനും ആൻസറും കറക്റ്റ് ആണോ എന്നുള്ളത് കൺഫേം ചെയ്യുക, ഡബിൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം ഉറപ്പിക്കുക. നമ്മൾ അവരെ ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്താൽ എക്സാം ഹോളിൽ നിന്ന് സെയിം ക്വസ്റ്റ്യൻ വന്നിട്ട് അവർ തന്നിട്ടുള്ള തെറ്റായിട്ടുള്ള ആൻസർ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഫൈനലി നമുക്കായിരിക്കും ആ ഒരു 2 മാർക്ക് പോകുന്നുണ്ടാകാം. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ എറേഴ്സും കൂടെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാം. ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ടെക്നിക്കാണ് ഈ ഒരു ഫീഡ്ബാക്ക് ടെക്നിക്ക് എന്ന് പറയും. മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യം മറന്നു പോകുക എന്നുള്ളത്. പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചിലപ്പോൾ നാളെ ആകുമ്പോഴേക്കും മറന്നു പോകും. അപ്പൊ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടീച്ച് ബാക്ക് മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പിക്കിനെ പിക്ക് ചെയ്തു. നമ്മളൊരു മെമ്മറിയുടെ മോഡലാണ് എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു മെമ്മറിയുടെ മോഡൽ എടുത്തു. അതിനെ പറ്റിയിട്ട് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു. അങ്ങനെ ഒരു ടോപ്പിക് എടുത്ത് പഠിച്ചതിന് ശേഷം അതിനെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വേയിൽ ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി എഴുതി നോക്കാം. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. വേണ്ട, ഇനി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഏതെങ്കിലും ഫ്രണ്ട് നമുക്ക് ഉണ്ടാവുമല്ലോ, ആൾക്കൊരു വോയിസ് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുന്നത് പോലെ വേണേൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ചെയറിനോടോ ഇമാജിൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ അടുത്തോ സംസാരിക്കുന്നത് പോലെ ആ ഒരു മെമ്മറിയുടെ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന സമയത്തേ നമുക്ക് മനസ്സിലാകുള്ളൂ നമുക്ക് എവിടെയാണ് ഗ്യാപ്പ് ഇരിക്കുന്നത്. ഇതിന് ശേഷം ഇതാണ്, പിന്നെ അതായിരുന്നോ അത് ഇപ്പുറത്തതായിരുന്നോ എന്ന രീതിയിൽ നമുക്ക് കൺഫ്യൂഷൻസ് വരാൻ വേണ്ടി തുടങ്ങും. അപ്പൊ നമുക്ക് എവിടെയാണ് ഗ്യാപ്പ് ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും എന്ത് ചെയ്യാം, ആ ഒരു ടോപ്പിക് പഠിക്കാം, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാം. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഒരു ഗ്യാപ്പും ഇല്ലാതെ പറഞ്ഞു തീർക്കാൻ വേണ്ടി പറ്റുന്ന സമയത്ത് നമ്മൾ ആ ഒരു ടോപ്പിക്ക് പഠിച്ചു. അതിന്റെ കൂടെ എന്തും കൂടെ ചെയ്യാൻ വേണ്ടി പറ്റണം, ഒരു എക്സാമ്പിളും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇത് ചെയ്യാൻ വേണ്ടി പറ്റുമോ നോക്കുക. ഇത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ പ്രോപ്പർ ആയിട്ട് ആ ഒരു ടോപ്പിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു മെമ്മറിയുടെ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ആക്റ്റീവ് റീകോള്. അപ്പൊ പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 തരത്തിൽ പ്രിപ്പയർ ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒന്നുകിൽ ടെക്സ്റ്റ് വായിച്ചു, അല്ലെ വീഡിയോ കണ്ടു, നോട്ട് പ്രിപ്പയർ ചെയ്തു.
അതിനുശേഷം റിവൈസ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ ഈ നോട്ട് വീണ്ടും വായിക്കാം. അപ്പൊ ഈ വീണ്ടും വായിക്കുന്ന സമയത്ത് പാസീവ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു കാര്യമായതുകൊണ്ട് നമ്മളത് വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ ഇതൊക്കെ എനിക്കറിയാം, എനിക്ക് അറിയാം എന്നുള്ളത് ഒരു ഫോൾസ് ഫീലിംഗ് ആയിരിക്കും ശരിക്കും അത്. പക്ഷെ നമ്മൾ ഈ ആക്റ്റീവ് റീകോൾ ചെയ്യുന്ന സമയത്ത് ഇന്ന് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു മെമ്മറിയുടെ മോഡൽ തന്നെ അതെന്തായിരുന്നു എന്ന് ബുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് ആലോചിക്കാം. എനിക്ക് അതിൽ നിന്ന് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ ആരാണ് കൊണ്ടുവന്നത്, ഏത് വർഷമാണ് കൊണ്ടുവന്നത്, അതിലുള്ളിലുള്ള എലമെന്റ്സ് എന്തൊക്കെയായിരുന്നു, ഇതൊക്കെ ഞാൻ റീകോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ റീകോൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഇന്നലെ പഠിച്ചൊരു കാര്യമായാലും ഇന്ന് റീകോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും. അത് സ്വാഭാവികം. അപ്പൊ ആ മറന്നുപോയത് ഓർത്തിട്ട് നമ്മൾ അപ്പൊ തന്നെ ഭയങ്കര ഡിമോട്ടിവേറ്റഡ് ആയി പോകുന്നതിന് പകരം ആ സമയത്ത് ഇരുന്നിട്ട് അതിനെ വീണ്ടും വായിക്കുക. എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്, ഏതൊക്കെ പോയിന്റ് ആണ് ഞാൻ മറന്നത്, ആ ഒരു തിയറിസ്റ്റിന്റെ പേരാണോ ഞാൻ മറന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും പഠിക്കുക. അതിനുശേഷം ഫ്യൂ ഡേയ്സ് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ആ ഒരു ടോപ്പിക് ആക്റ്റീവ്ലി റിക്കോൾ ചെയ്യുക. എന്നിട്ട് ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫൈനലി നമ്മളത് പഠിച്ചിട്ടുണ്ടാകും. അത് ആക്റ്റീവ് റീകോൾ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എക്സാമിന് നമുക്കറിയാം നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യേണ്ട, റീകോൾ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് റെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷെ ആക്റ്റീവ് റീകോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എക്സാം ഹോളിൽ നിന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നതിന് പകരം ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഓപ്ഷൻസ് കാണുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആൻസർ നമ്മുടെ മനസ്സിലോട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഉള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അല്ലാതെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഓപ്ഷൻ നോക്കിയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആകും. യോ ഇതാണോ അതാണോ എന്നുള്ള രീതിയിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയേക്കാം. പക്ഷെ നമ്മൾ റീകോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റിയാൽ നമുക്ക് ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് ആക്റ്റീവ് റീകോള് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഒരു തിങ്കർ തിയറി ടേം ടേബിൾ എന്ന് പറഞ്ഞിട്ട്. ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ അതായത് നമ്മൾ ഓരോ തിയറി പഠിക്കുകയാണ്, അപ്പൊ അല്ലെങ്കിൽ ഓരോ സൈക്കോളജിസ്റ്റിനെ പറ്റിയിട്ട് പഠിക്കുകയാണ്, അങ്ങനെ ഓരോ കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്തും ഈ ഒരു 3 കാര്യങ്ങൾ കീപ്പ് ചെയ്യുക. ആരാണ് ആ ഒരു തിങ്കർ, ആരാണ് അല്ലെങ്കിൽ ആ ഒരു തിയറിസ്റ്റ് ആരാണ്, അയാൾ ഉണ്ടാക്കിയിട്ടുള്ള തിയറി എന്താണ്, അതിലെ കീവേഡ്സ് അല്ലെങ്കിൽ ടേംസ് എന്താണ്, ഇതൊരു ടേബിൾ പോലെ ഇങ്ങനെ ഒരു ടേബിൾ സെറ്റ് ചെയ്യുക. ആ ഒരു ടേബിളിൽ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ തിങ്കർ, അതിനുശേഷം തിയറി, പിന്നെ എന്ത് ചെയ്യുക ടേം, ഈ രീതിയിലൊരു ടേബിൾ സെറ്റ് ചെയ്യുക. ഈ ടേബിൾ നമുക്ക് വേണമെങ്കിൽ നോട്ട്സിൽ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് സെറ്റ് ചെയ്യാം. ഇതിപ്പം വേർഡിലാണ് ഞാൻ ഈ ഒരു തിങ്കർ തിയറി ഒരു ടേബിൾ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെന്താണ്, ആ ഒരു തിങ്കറിന്റെ പേരായിരിക്കും. ആള് കൊണ്ടുവന്നിട്ടുള്ള ആളുടെ തിയറീസും കാര്യങ്ങളാണ് ഇവിടെ വരിക. അതില് റിലേറ്റ് ചെയ്തിരിക്കുന്ന കീ ആയിട്ടുള്ള ഐഡിയാസ് മാത്രമായിരിക്കും അടുത്ത കോളത്തിൽ വരിക. ഇങ്ങനെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതുകൊണ്ടുള്ള യൂസ് എന്താന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സ്കിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പെട്ടെന്ന് നമുക്ക് ഇനി ഓരോരുത്തർ എന്താന്നുള്ളത് പെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ എക്സാമിന്റെ ഒരു ദിവസം മുന്നേ 2 ദിവസം മുന്നേക്ക് ഇരുന്നിട്ട് നമുക്ക് എല്ലാ ഐഡിയാസിലൂടെയും കടന്നു പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇത് എക്സാമിന്റെ ഒരു ദിവസം മുന്നേ ഇങ്ങനെ കടന്നു പോകണമെങ്കിൽ നമ്മൾ ഇത് എപ്പോഴും നോട്ട് എഴുതണം, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവണം. ഇനി റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്മാർട്ട് ആയിട്ട് എങ്ങനെ റിവൈസ് ചെയ്യാന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം, ലേണിങ്ങും റിമെമ്പറിങ്ങും ഈക്വൽ അല്ല. നമ്മൾ ഒരു കാര്യം ഇന്നിപ്പം ഒരു ടോപ്പിക്കിൽ ആദ്യമായിട്ട് നമ്മൾ ഒരു ടോപ്പിക്ക് കേൾക്കുകയാണ്, അത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ലേൺ ചെയ്തിട്ടുണ്ടാവും, നമുക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടാകും. എന്നോർത്തിട്ട് അത് ആരാ കണ്ടുപിടിച്ചത്, അതിൽ എത്ര സ്റ്റേജസ് ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് ആ സ്റ്റേജസിന്റെ പേര്, അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കീ ടേംസ് ഉള്ളത് എന്ന് ചോദിച്ചാൽ നമുക്കത് റിമെമ്പർ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. അതൊരു എടുത്ത് ചോദിച്ചാൽ നമുക്ക് അത് എന്താണെന്ന് പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ നമുക്ക് അതിലുള്ള ഓരോ കാര്യങ്ങളും പിൻ പോയിന്റ് ചെയ്ത് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റണമെന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് റിവിഷൻ വേണ്ടത്. ലേൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ലേണിംഗ് പ്രോസസ്സിൽ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ ലേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് റിവൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ റിവിഷൻ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സസിന്റെ ഒപ്പം തന്നെ റിവിഷൻ കൊണ്ടുപോവുക. ഇനിയിപ്പോ മൺഡേ നമ്മൾ ആദ്യത്തെ ക്ലാസ് അപ്ലോഡ് ചെയ്യുമല്ലോ, അപ്പൊ ഫസ്റ്റത്തെ ക്ലാസ് മൺഡേ അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊരു 2 ഹവറിന്റെ ക്ലാസ് ആണെങ്കിൽ ആ ക്ലാസ്സസ് മൊത്തം കേൾക്കുന്നു, അത് ബേസ് ചെയ്തിട്ടുള്ള നോട്ട്സ് മൊത്തം പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം മൺഡേക്ക് ശേഷം ട്യൂസ്ഡേ നമ്മൾ അടുത്ത ക്ലാസ് കേൾക്കാൻ വേണ്ടി പോകുന്നതിന് മുന്നേ തന്നെ ഈ നോട്ട്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ വായിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പാസീവ് റിവ്യൂ ചെയ്യാതിരിക്കുക. റീകോൾ ചെയ്യുക, ഇന്നലത്തെ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത്, ഇന്ന ടോപ്പിക്കിന്റെ ഉള്ളിൽ എന്തൊക്കെയായിരുന്നു വരുന്നത് എന്ന് റീകോൾ ചെയ്യാം. അതിനുശേഷം മാത്രം അടുത്ത ദിവസത്തെ ട്യൂസ്ഡേയിലെ ക്ലാസ്സസ് കാണാം, എന്നിട്ട് ട്യൂസ്ഡേയിലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. പിന്നെ അതിനുശേഷം വെനസ്ഡേയിലെ ക്ലാസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ 2 നോട്ടും വായിക്കാൻ വേണ്ടി പറ്റുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു നോട്ട് കുറച്ചും കൂടെ നിങ്ങൾക്ക്
ഈസി ആയിട്ട് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാകും. രണ്ടാമത്തത് കുറച്ചും കൂടെ എഫോർട്ട് ഇടേണ്ടി വരും. പിന്നെ വെനസ്ഡേ നമ്മൾ ഇതുപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തു. പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യണ്ട, മൺഡേയിലെ നോട്ട് അടുത്ത ദിവസം തേഴ്സ്ഡേ നമ്മൾ വായിച്ചു നോക്കണമെന്ന് നിർബന്ധമില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മൺഡേയിൽ വായിച്ചു നോക്കുക. അങ്ങനെ 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 നമ്മൾ ലേൺ ചെയ്യുക, റീകോൾ ചെയ്യുക, റിവൈസ് ചെയ്യുക, PYQs സോൾവ് ചെയ്യുക, അതിനുശേഷം വീണ്ടും റിവൈസ് ചെയ്യുക. ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം നമ്മൾ റിവിഷൻ ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ആദ്യത്തെ പ്രാവശ്യം ക്ലാസ് കേട്ട് നമുക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും, ലേൺ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ കോൺസെപ്റ്റ് മറന്നു പോയിട്ടുണ്ടാകും. നമ്മൾ സിമിലർ ആയിട്ടുള്ള ആൾക്കാരുടെ പേര്, തിയറീസ് ഇതിനൊക്കെ കൺഫ്യൂസ് ആവുന്നുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ആൻസർ ഓർമ്മയില്ല. കഴിഞ്ഞ പ്രാവശ്യം എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ മിക്ക ആൾക്കാരും തന്നിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് അതായിരുന്നു. ക്ലാസ്സസിൽ പറഞ്ഞിട്ടുള്ള മിക്ക കാര്യങ്ങളും ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ആൻസർ ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അത് പറ്റാണ്ടിരിക്കുന്നതിന്റെ കാരണം നമ്മൾ റിവൈസ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ റിവിഷന് വേണ്ടിയിട്ട് ഏറ്റവും അവസാനം ഞാൻ റിവിഷൻ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നതിലും നല്ലത് പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൽ തന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം റിവിഷൻ വേണം, നിർബന്ധമാണ്. പക്ഷെ തുടക്കത്തിലേ റിവൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ അവസാനം നമുക്ക് എളുപ്പമായിരിക്കും. അപ്പൊ റിവിഷൻ എന്ന് പറഞ്ഞ ഒരു സൈക്കിളാണ്. അതൊരു വൺ ടൈം ഇവന്റ് മാത്രമല്ല. എല്ലാം പഠിച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ നോക്കാം എന്നുള്ളതല്ല റിവിഷൻ. ഇത് പഠിക്കുക, റിവൈസ് ചെയ്യുക, തെറ്റ് വരുന്നത് തിരുത്തുക, പഠിക്കുക, റിവൈസ് ചെയ്യുക, ഇങ്ങനെ ഇത് ഒരു സൈക്കിളായിട്ട് പോകണം. റിവൈസ് ചെയ്യുന്ന സമയത്ത് ഒരു നിങ്ങളിപ്പോ ഈ ഒരു പാറ്റേണിൽ റിവൈസ് ചെയ്ത് നമ്മൾ ഒരു 2, 2.5, 3 മാസത്തിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഏരിയാസ് മൊത്തം കവർ ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം വീണ്ടും റിവൈസ് ചെയ്യുമല്ലോ. ആ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഒരു റെഡ് കോഡഡ് റിവിഷൻ സിസ്റ്റം എന്ന് പറയാം. നമ്മൾ വായിച്ചു നോക്കുമ്പം ഒരു ടോപ്പിക്ക് നമുക്ക് എത്ര പഠിച്ചിട്ടും ഡിഫിക്കൽട്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പേര് മറന്നു പോകുന്നു, അല്ലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ ഒരു ടേം മറന്നു പോകുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു റെഡ് കളർ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒരു കളർ, സ്പെസിഫിക് കളർ ഹൈലൈറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെക്കാം ആ നോട്ടിലുള്ള ആ ഒരു പോയിന്റ്. അപ്പം അടുത്ത പ്രാവശ്യം എക്സാമിന് മുന്നേ ഉള്ള റിവിഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ, ആ സമയത്ത് ആ റെഡ് കളർ നോട്ട് മാത്രം, ആ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഏരിയ മാത്രമേ നമ്മൾ കവർ ചെയ്യേണ്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഈസി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഈ ഈസി ആയിട്ടുള്ള സാധനം വീണ്ടും വീണ്ടും വായിച്ച് നമ്മൾ ടൈം വേസ്റ്റ് ആക്കും. അപ്പൊ അതിന് പകരം നമുക്ക് ഫൈനലി വീണ്ടും വായിക്കണമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം റെഡ് കളറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഹൈലൈറ്ററിലോ മാർക്ക് ചെയ്ത് വെക്കാം. അതാണ് റിവിഷൻ സ്ട്രാറ്റജി. ഇനി എക്സാം ഹാളിൽ പോയിരിക്കുന്ന സമയത്ത് അവിടെയും നമുക്ക് ചില സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം. അതിൽ ഒന്നാമതാണ് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാന്നുള്ളത്. നമുക്കറിയാം, നമുക്ക് 4 ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാക്കുക, ABCD എന്ന്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയപ്പോൾ നമുക്ക് ഒരു തരത്തിലും ഒരു ഐഡിയ ഇല്ല, നമ്മൾ കേട്ടിട്ടേ ഇല്ല, എന്താന്നേ അറിയില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ റാൻഡംലി ഒരെണ്ണം ഗസ് ചെയ്ത് ചുമ്മാ നമ്മൾ എന്ത് ചെയ്യണം, ബി കിടക്കട്ടെ എന്ന രീതിയിൽ വെറുതെ ഒരെണ്ണം ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ ആൻസർ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ആകെ 25% മാത്രമാണ്. ഇനി അതേ സ്ഥാനത്ത് ഞാൻ വായിച്ചു നോക്കിയിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നല്ല എന്ന് എനിക്ക് തോന്നുകയാണ്, ഞാൻ ഓപ്ഷൻസ് നോക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് സി എന്തായാലും വരില്ല, അങ്ങനെ സീനെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ പിന്നെ A, B, Dന്റെ ഉള്ളിൽ മാത്രമേ എനിക്ക് ഓപ്റ്റ് ചെയ്യേണ്ടുള്ളൂ. അതാണ് ഈ ഒരു 33% ചാൻസിലോട്ട് കറക്റ്റ് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് 33% ചാൻസ് ആയിട്ട് മാറും. 25ൽ നിന്ന് 33ലോട്ട് മാറും. ഇനി ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് എന്തും മനസ്സിലായി, ബിയും ആയിരിക്കില്ല എന്ന് മനസ്സിലായി. പിന്നെ എനിക്ക് എയോ ഡിയോ ആയാൽ മതി. അപ്പൊ എനിക്ക് എന്താണ് 50% ചാൻസ് ആയി. സ്റ്റിൽ ഇപ്പൊ എ ആണ് ആൻസർ എങ്കിൽ ഞാൻ ഡി ഓപ്റ്റ് ചെയ്താൽ എനിക്ക് അവിടെ ഒന്നും കിട്ടൂല. എന്നാൽ പോലും എന്തായി, ആദ്യം തന്നെ റാൻഡംലി ഗസ് ചെയ്യുന്നതിനേക്കാളും ചാൻസ് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടാനുള്ള ഒരു പ്രോബിലിറ്റി കൂടുകയാണ്. അപ്പൊ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. അത് എക്സാം ഹോളിൽ മാത്രമല്ല, നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പം ഓപ്ഷൻസ് എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന്, ഈ 4 ഓപ്ഷൻസിൽ നമുക്ക് ആ ഒരു ബേസിക് തിയറിയുമായിട്ട് കോൺട്രഡിക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ ഷോർട്ട് ടൈം മെമ്മറി നമുക്ക് ഒരു 30 സെക്കൻഡ് ഒക്കെയാണ് ഷോർട്ട് ടൈം മെമ്മറി ലാസ്റ്റ് ചെയ്യത്തുള്ളൂ മാക്സിമം പോയാൽ. അപ്പൊ അതിൽ എ എന്നുള്ള ഓപ്ഷൻ പറയാണ് ഒരു 3 ഇയർ വരെ ഷോർട്ട് ടൈം മെമ്മറി ലാസ്റ്റ് ചെയ്യുന്നുള്ളത്. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞതാണ്, എന്നാൽ പോലും നമുക്ക് എന്ത് മനസ്സിലായി, ഷോർട്ട് ടൈം മെമ്മറിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് 3 ഇയർ ലാസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അത് ആ ബേസിക് തിയറിയുടെ ഐഡിയനെ കോൺട്രഡിക്ട് ചെയ്യുന്നതാണ്. അപ്പൊ എനെ നമുക്ക് അപ്പൊ തന്നെ കട്ട് ഓഫ് ചെയ്യാം. അങ്ങനെ കോൺട്രഡിക്ട് ചെയ്യുന്ന ബേസിക് തിയറിനെ കോൺട്രഡിക്ട് ചെയ്യുന്ന ഓപ്ഷൻസിനെ നമുക്ക് കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം ഇപ്പൊ പറഞ്ഞ പോലെ എഡ്യൂക്കേറ്റഡ് ഗസ് ചെയ്യുക. അതായത് നമ്മുടെ പാർഷ്യൽ നോളജ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഏതാണ് ഈ ഏത് ഓപ്ഷൻ ആയിരിക്കും ഇതുമായിട്ട് കറക്റ്റ് ചെയ്ത് വരാത്തത്, അല്ലെങ്കിൽ അത് തിയറിസ്റ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യാത്തത് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കുകയാണെങ്കിൽ
ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് അക്കോർഡിംഗ് ടു വൂൺ ദ എബിലിറ്റി ടു അറേഞ്ച് വിൽഫുള്ളി ദ എലമെന്റ്സ് ഓഫ് തോട്ട് ഇൻ ടു എനി നമ്പർ ഓഫ് കോൺഫിഗറേഷൻ ഈസ് കോൾഡ്. ഇതില് വൂണ്ടിന്റെ കോൺസെപ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ കൊഗ്നിറ്റീവ് മാപ്പ് നമുക്ക് കുറച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ കൊഗ്നിറ്റീവ് മാപ്പ് ടോൾമാന്റെ തിയറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്നറിയാം. അവിടെ തന്നെ നമുക്ക് ഈ കൊഗ്നിറ്റീവ് മാപ്പിനെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് നമ്മളൊരു തിയറിസ്റ്റുമായിട്ട് കണക്ട് ചെയ്ത് ഇന്ന ആളുമായിട്ടല്ല ഇത് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ള നമ്മുടെ ബേസിക് അറിവ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്ത് ഈ എയും ബിയും എത്തി. ഇപ്പൊ എയും ബിയും കൂടെ കമ്പയർ ചെയ്തിട്ട് എന്താണ് എനെ ബിനെക്കാളും ബെറ്റർ ആക്കുന്നത്, അല്ലെങ്കിൽ ബിനെ എന്തുകൊണ്ടാണ് എനെക്കാളും ബെറ്റർ ആക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒരെണ്ണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരിക്കലും ചുമ്മാ കണ്ണും പൂട്ടിയിട്ട് ഗസ് ചെയ്യരുത്. നോക്കിയിട്ട് എഡ്യൂക്കേറ്റഡ് ഗസ് നടത്തുക. ഇനി മാച്ച് ദ ഫോളോയിങ്ങിലാണെങ്കിൽ ഒരു പേര് കറക്റ്റ് ആയിട്ടുള്ള നമ്മൾ 100% ഷുവർ ആയിട്ടുള്ള ഒരെണ്ണം നോക്കുക. ഇതിൽ എന്തുണ്ടാകും, ABCD എന്ന് പറഞ്ഞ കുറെ ഓപ്ഷൻ ഉണ്ടാകും. അതിൽ നമ്മൾ നോക്കുമ്പോൾ പിയും 3യും ഇതിന് തമ്മിൽ നമുക്ക് 100% ഷുവർ ആണ് ഇവർ തമ്മിൽ കണക്റ്റഡ് ആണെന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഡി മാത്രമാണ് ഇവിടെ ഡി മാത്രമാണ് P3 എന്നുള്ള ആ ഒരു കണക്ഷനിൽ വരുന്നതെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് ഓപ്റ്റ് ചെയ്യാം ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന്. അതിന് മുന്നേ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ക്യൂവും ഇതൊക്കെ കണക്ട് ചെയ്യുന്നത് മേക്ക് സെൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ മാച്ച് ദ ഫോളോവിംഗിൽ മാക്സിമം എന്ത് ചെയ്യാം, നമ്മൾ 100% ഷുവർ ആയിട്ടുള്ള ഒരെണ്ണം നോക്കുക. എന്നിട്ട് ഓപ്ഷനിലോട്ട് അപ്പൊ തന്നെ മൂവ് ചെയ്യാം, ആ കണക്ഷൻ കാണിക്കുന്നത് ഏതൊക്കെയാണെന്നുള്ളത്. എന്നിട്ട് ഫർദർ വീണ്ടും ചെക്ക് ചെയ്യുക കണക്ഷൻ കറക്റ്റ് ആണോ എന്നുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ റെനെ ഡെക്കാർട്ടയുടെ ഐഡിയ അനുസരിച്ചിട്ട് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ്. അപ്പൊ റെനെ ഡെക്കാർട്ടിനെ പറ്റി നിങ്ങൾക്ക് ഒന്നും അറിയില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതിലെ എ എന്ന ഓപ്ഷൻ പറയുന്നത് ദ മൈൻഡ് കൺട്രോൾസ് ദ ബോഡി ബോത്ത് ഇൻ ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ്. സി പറയുന്നത് ദ മൈൻഡ് വാസ് ഫ്രീ ആൻഡ് possessed only by humans. അപ്പൊ ഇവിടത്തെ ഉള്ള രണ്ട് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ പറയുന്ന അനുസരിച്ച് ആനിമൽസിലും ഹ്യൂമൻ ബീയിങ്സിലും രണ്ടിലും എന്തുണ്ട്, മൈൻഡ് ഉണ്ട്. ഇനി സിയിലും നേരിട്ടുള്ള മീനിങ് അല്ല, അതിൽ നിന്ന് നമുക്ക് ആ ഒരു മീനിങ് മനസ്സിലാക്കാം. ആൻഡ് സി പറയുന്ന അനുസരിച്ച് മൈൻഡ് ഫ്രീ ആണ്, മൈൻഡ് എവിടെ മാത്രമേ ഉള്ളൂ, ഹ്യൂമൻസിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ പറയുന്ന അനുസരിച്ച് ആനിമൽസിലും ഹ്യൂമൻസിലും ഉണ്ട്, ഇവിടെ പറയുന്ന അനുസരിച്ച് ഹ്യൂമൻസിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ എയും സിയും ഒരിക്കലും ഒരുമിച്ച് വരില്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഈ എയും സിയും ഒരുമിച്ച് വരുന്ന ഏതൊക്കെ ഓപ്ഷൻ ഉണ്ടോ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് ഈ ബിയും ഡിയും മാത്രമേ ഉള്ളൂ. ഇനി ബിയും ഡിനെയും കമ്പയർ ചെയ്തിട്ട് നമുക്ക് നോക്കാം ബി ആണോ ബെറ്റർ ഡി ആണോ ബെറ്റർ എന്ന് നോക്കാം. അങ്ങനെ നമുക്ക് ഒരു ഓപ്ഷൻ പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുക. ഇത് അക്കാദമിക് പ്ലാനിങ് ആണ്. ഇപ്പൊ August 3 നമ്മൾ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങാം. പിന്നെ ഒരു December 20, 22, 23 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കായിരിക്കും എക്സാം വരാൻ സാധ്യത. അപ്പോഴും വരാനുള്ള സാധ്യത കുറവാണ്. നേരത്തെ പറഞ്ഞ പോലെ ജനുവരി ആവാനാണ് സാധ്യത. പക്ഷെ നമുക്ക് ഈ ഒരു എക്സാം ഡിസംബറിൽ നടക്കും തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു 140 days ആയിരിക്കും നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്തുണ്ടാകും, ഒപ്റ്റിമിസ്റ്റിക് ബയാസ് ഉണ്ടാകും. നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിലുള്ള റൂട്ട് ഭയങ്കര സ്മൂത്ത് ആണെന്നായിരിക്കും. പക്ഷെ ആ റിയാലിറ്റി എങ്ങനെയായിരിക്കില്ല. നമ്മൾ ഈ ദിവസങ്ങൾ പാസ് ചെയ്ത് പോകുമ്പോഴായിരിക്കും ഓരോ അപ്പ് ആൻഡ് ഡൗൺസ് ഇങ്ങനെ വന്നു തുടങ്ങാം. നമ്മുടെ ലൈഫിൽ ഈ വരാൻ വേണ്ടി പോകുന്ന 140 ഡേയ്സിനിടയിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഫാമിലി ഫംഗ്ഷൻ വന്നേക്കാം, ആരുടെയും കൊച്ചിന്റെ നൂലുകെട്ടായിരിക്കാം, അല്ലെ വല്ലവരും കല്യാണം കഴിക്കുന്നുണ്ടാവും, നമ്മുടെ കസിൻസ് ആരെങ്കിലും പെട്ടെന്ന് കയറി കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എമർജൻസീസ് വന്നിട്ടുണ്ടാകാം. മനുഷ്യന്മാരല്ലേ, നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ കുറെ നാളിരുന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പഠിച്ചു പോവാണ്, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് വരാൻ വേണ്ടി തുടങ്ങും. അപ്പൊ കുറച്ച് ദിവസം നമ്മൾ ഒന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്നുണ്ടാവും. പിന്നെയും നമ്മൾ പഠിക്കാൻ വേണ്ടി തുടങ്ങും, പിന്നെയും നമുക്ക് ഈ മടി വരും. അപ്പൊ അങ്ങനെ ബേൺ ഔട്ട് അടിച്ചിട്ട്, മടി കൊണ്ട് മാത്രമല്ല, ബേൺ ഔട്ട് നമ്മൾ അതിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, PG അതിന്റെ കൂടെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാകും. അപ്പൊ ഈ രണ്ട് കാര്യം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് അത്രയും മടുപ്പും കൂടെ വരാം. അപ്പൊ അങ്ങനെയും നമുക്ക് ബേൺ ഔട്ട് വരുന്നുണ്ടാകും. ഈ എന്തൊക്കെയായാലും ഈ 140 days കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സാധ്യതയില്ല. അപ്പൊ അതിൽ നിന്നും നമുക്ക് തീയതി ഇനിയും കുറയും എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ട് പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യുക. ഒരു കാരണവശാലും അവസാനത്തേക്ക് മാറ്റി വെക്കരുത്. ഞാൻ ലാസ്റ്റ് നോക്കിക്കോളാം, ലാസ്റ്റ് ആകുമ്പോൾ സമയം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് മാറ്റി വെക്കരുത്. ഇത് ഇങ്ങനെ കൂടുന്ന സമയത്ത് പിന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല.
ഇപ്പൊ 2 ഹവറിന്റെ വീഡിയോ ആണെങ്കിൽ ഈ 2 ഹവറിന്റെ വീഡിയോ നിങ്ങൾ കാണണം ഫസ്റ്റ്. ഫസ്റ്റ് കാണുന്ന സമയത്ത് അത് കേട്ട് കാര്യം മനസ്സിലാക്കണം. അതിന്റെ കൂടെ നോട്ട് എഴുതണം. ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ 2 ഹവറിന്റെ വീഡിയോ ഒരിക്കലും നിങ്ങൾക്ക് 2 ഹവറിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് വീണ്ടും നീണ്ടുപോകും. 2 ഹവർ എന്നുള്ളത് ചിലപ്പോൾ 3യോ 4ഓ ഒക്കെ എടുത്തേക്കാം. നിങ്ങളുടെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്തിട്ട്. എന്തായാലും 2 ഹവറിൽ കൂടുതൽ ടൈം എടുക്കാൻ വേണ്ടി മാത്രമേ സാധ്യതയുള്ളൂ. അപ്പം ഇത് കുറേ എണ്ണം മാറ്റി മാറ്റി വെച്ചാല് അവസാനം നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാണ്ടായി പോകും. അപ്പൊ അന്ന് തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, സാറ്റർഡേയും സൺഡേയും ഇരുന്നിട്ടെങ്കിലും ആ ഒരു വീക്കിലുള്ള ക്ലാസ്സസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് സൺഡേ ഇടുന്ന വീക്ക്ലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ഡിസംബർ ആകുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞ പോലെ ഒരു 3 മന്തിനുള്ളിൽ നമ്മൾ എന്തായാലും ക്ലാസ്സസ് എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ടാകും. അതിനുശേഷം മൊത്തം റിവിഷനും മോക്ക് ടെസ്റ്റും കാര്യങ്ങളായി മുന്നോട്ട് പോകണം. നമുക്ക് ഈ ഒരു ഡെയിലി ഹാബിറ്റ്സ് ചെക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്, ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ഹാബിറ്റ് ചെക്കർ കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ മോഡിഫൈ ചെയ്യാം. എക്സൽ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് ഈസി ആയിട്ട് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ ഹാബിറ്റ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ 1-ാം തീയതി ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തെങ്കിൽ നമുക്ക് അതിൽ ടിക്ക് ഇടാം. ആ ഒരു ക്ലാസ്സിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തോ, ആക്റ്റീവ് റിവിഷൻ ചെയ്തോ. അതായത് നമ്മളിപ്പോ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആക്റ്റീവ് റിവിഷൻ ചെയ്യാം. അന്ന് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ഓർത്ത് നോക്കിയിട്ട് അത് ബുക്ക് അടച്ച് വെച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോയാൽ മതി. പിന്നെ പ്രീവിയസ് ഡേയിലുള്ള കാര്യങ്ങളെ റിവൈസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നോട്ട്സ് ഇല്ലാതെ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ഈ റീകോൾ ചെയ്യുന്ന സമയത്ത് അതിനുവേണ്ടി നമ്മളൊരു ടൈം മാറ്റി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ട്രാവൽ ചെയ്യാണ്, കോളേജിലോട്ടോ വർക്കിലോട്ടോ ഒക്കെ ട്രാവൽ ചെയ്യാണ്. ആ സമയത്ത് ബസ്സിൽ നിൽക്കുന്ന സമയത്തായിക്കോട്ടെ, വണ്ടി ഓടിക്കുന്ന സമയത്തായിക്കോട്ടെ, ജസ്റ്റ് മൈൻഡിൽ റിവൈസ് ചെയ്യുക. എന്തായിരുന്നു ആ ഒരു മെമ്മറിയുടെ മോഡൽ, അല്ലെങ്കിൽ എന്തായിരുന്നു ഇന്ന ഒരു തിയറി എന്നപ്പം ആലോചിച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് എന്തൊക്കെ ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെന്ന് നോക്കുക. പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു സമയം കിട്ടുന്ന സമയത്ത് ആ നോട്ട്സ് എടുത്തിട്ട് വായിച്ചു നോക്കുക. ആൻഡ് ടീച്ച് ബാക്ക് മെത്തേഡ് ചെയ്തോ എന്ന് നോക്കുക. മാക്സിമം PYQs പ്രാക്ടീസ് ചെയ്ത് പോകുക. എറർ ലോഗ് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ട് സമയം കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ഡെയിലി ഹാബിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൽ ഏതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ടിക്ക് ചെയ്ത് പോകുക. അപ്പൊ നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടും നമ്മൾ എത്രമാത്രം പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഫൈനലായിട്ട് എക്സാം മൈൻഡ് സെറ്റ് ചെക്ക് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നിയാലും എന്നാലും നമ്മൾ അത് തിരിച്ചറിയേണ്ട ഒരു റിയാലിറ്റിയാണ്. മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഓരോ മാർക്കും നഷ്ടപ്പെടുകയാണ്. ഓരോ മാർക്കും ഗെയിൻ ചെയ്യല്ല. അതായത് ഒരെണ്ണം ശരിയാവുമ്പോഴേക്കും ഹായ് ഒരെണ്ണം ശരിയായല്ലോ, എനിക്ക് 2 മാർക്ക് കിട്ടിയല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. ഒരെണ്ണം തെറ്റുമ്പോഴേക്കും ഓ എന്റെ 2 മാർക്ക് പോയി എന്ന രീതിയിലേക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറണം. അതായത് 100 എണ്ണത്തിൽ എനിക്ക് എത്ര എണ്ണം ശരിയായി എന്നതിനേക്കാളും 100 എണ്ണത്തിൽ എനിക്ക് എത്ര എണ്ണം തെറ്റിയേ അതിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം. കാരണം ഓരോ 2 മാർക്ക് പോകുമ്പോഴും നിങ്ങൾ കട്ട് ഓഫിന്റെ താഴെ പോകാനുള്ള ചാൻസ് കൂടുകയാണ്. ഇപ്പൊ 240 കട്ട് ഓഫ്, നിങ്ങൾക്ക് 238 കിട്ടിയുള്ളൂ. ആ എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോ ഇരുന്ന് ആലോചിക്കുകയാണ് ഒരൊറ്റ എണ്ണം കൂടി ശരിയാക്കിയായിരുന്നെങ്കിൽ ഞാൻ കട്ട് ഓഫ് കിടക്കുമായിരുന്നു എന്ന് ആലോചിച്ചത് കൊണ്ട് നമുക്കൊന്നും കിട്ടില്ല. അവിടെ എന്ത് ചെയ്യണം, ആ 2 മാർക്കും കൂടെ ഞാൻ മിസ്സാക്കാൻ വേണ്ടി പാടില്ല. ഓരോ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്താലും നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഈ ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്റെ 2 മാർക്ക് പോകും എന്നുള്ളതാണ്. ഈ ടോപ്പിക്ക് പഠിച്ചാൽ എനിക്ക് 2 മാർക്ക് കിട്ടുന്നുള്ളതിനേക്കാളും നമ്മൾ ഓരോ ഏരിയ സ്കിപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് തോന്നുമ്പോൾ തിരിച്ചാലോചിക്കുക. ഞാനിത് കളഞ്ഞാൽ എന്റെ 2 മാർക്ക് പോകുമല്ലോ എന്ന രീതിയിൽ നമ്മൾ മാക്സിമം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ മെമ്മറൈസിങ് നേരത്തെ പറഞ്ഞതുപോലെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക തന്നെ ചെയ്യുക. അണ്ടർസ്റ്റാൻഡിങ്ങിനെ മെമ്മറൈസിങ്ങിനേക്കാളും പ്രയോറിറ്റൈസ് ചെയ്യുക. മെമ്മറൈസ് ചെയ്യേണ്ട തരത്തിലുള്ള കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യുക. അവിടെ മാക്സിമം നിമോണിക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് മെമ്മറൈസ് ചെയ്യുക. ചുമ്മാ റോട്ട് റിഹേഴ്സൽ ചെയ്യാണ്ട് എലബറേറ്റ് ചെയ്തിട്ട് തന്നെ അതിനെ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഐഡിയാസ് ആയാലും അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എല്ലാ ആൾക്കാർക്കും ഉള്ളൊരു കാര്യമായിരിക്കും ഹോൾഡ് ചെയ്ത് വെക്കുക. കുറേ മെറ്റീരിയൽസ്, കുറേ PYQന്റെ ബുക്സ് ആയിക്കോട്ടെ, കുറേ ഇൻഫർമേഷൻ ഉള്ള PPTs, കുറേ നോട്ട്സ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഹോൾഡ് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇത് നോക്കിയിട്ടല്ല നമുക്ക് ആരും മാർക്ക് ചെയ്തത്. ഈ തന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മാക്സിമം മെറ്റീരിയൽസ് റിസോഴ്സസിനെ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. ഇതിനെ ചുമ്മാ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. പിന്നെ കമ്പയർ ചെയ്യുന്നത് നിർത്തുക. നമ്മളിപ്പോ ലിങ്ക്ഡിൻ ഓപ്പൺ ആക്കിയാലും അങ്ങനെ ആയാലൊക്കെ ആൾക്കാർ പറയുന്നത് കാണാം, ഞാൻ എന്റെ ഫസ്റ്റ് എക്സാമിൽ ഞാൻ ക്രാക്ക് ചെയ്തു, അങ്ങനെയൊക്കെ രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ടാകും. അപ്പൊ അങ്ങനെ നമ്മളെ മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം,
നമ്മുടെ പാസ്റ്റ് സെൽഫായിട്ട് കമ്പയർ ചെയ്യാം. ആദ്യം എനിക്ക് അറിയുന്നതിനേക്കാളും ഞാൻ എത്രമാത്രം കൂടുതൽ പ്രിപ്പയർ ചെയ്തു. ആദ്യം എനിക്ക് പറ്റുന്നതിനേക്കാളും എത്രമാത്രം ക്വസ്റ്റ്യൻസ് കൂടുതൽ എനിക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം ക്രാക്ക് ചെയ്യുന്നവരുണ്ടാകും. കുഴപ്പമില്ല. 2 അറ്റംപ്റ്റ് എടുത്തിട്ട് ക്രാക്ക് ചെയ്താലും ക്രാക്ക് ചെയ്യുന്നത് സെയിം എക്സാം തന്നെയാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളോട് തന്നെ നമ്മൾ കൈൻഡ് ആകുക, മാക്സിമം ശ്രമിക്കുക. കാരണം ഓരോ ആൾക്കാരും ഗ്രോ ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള റേറ്റിലായിരിക്കും. അപ്പൊ നമുക്ക് നാളെ മുതൽ പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം.